ഏകാദശ സ്കന്ധം 1 തൊട്ട് 10 വരെയുള്ള സ്കന്ധങ്ങളുടെ സാരസർവസ്വമാണ്. 1 മുതൽ 10 വരെയുള്ള സ്കന്ധങ്ങളിൽ ഭഗവാന്റെ ജീവിതം വിവിധങ്ങളായ അവതാര കഥകളിലൂടെ നമ്മുടെ മുന്നിൽ ഭഗവാൻ വേദവ്യാസൻ പകർന്നു തന്നു. വേദവ്യാസൻ്റെ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ പുത്രനും ശിഷ്യനുമായിരിക്കുന്ന ശുകബ്രഹ്മർഷി ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുമ്പ് പരീക്ഷത്തിന് മരണത്തിൽ നിന്ന് വിമോചിക്കാനുള്ള സിദ്ധൌഷധമായിട്ട് പകർന്നു നൽകിയത്. അന്നു മുതൽ ഈ മഹാഭാഗവതം എവിടെയെല്ലാം ഭക്തജനങ്ങളുണ്ടോ അവിടെയെല്ലാം സപ്താഹ വിധിപ്രകാരവും അതേപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് പാരായണം ചെയ്യുന്ന രീതിയിലും ഒരു മാസം കൊണ്ട് പാരായണം ചെയ്യുന്ന രീതിയിലും ത്രിപക്ഷം കൊണ്ട് പാരായണം ചെയ്ത് പഠിക്കുന്ന രീതിയിലും ഒക്കെ വിവിധങ്ങളായ സമ്പ്രദായത്തിൽ ചെയ്തു പോരുന്നു. അങ്ങനെ ഭഗവാനെ ഭാഗവതത്തിലൂടെ നേരിട്ട് കണ്ട് അനുഭവിച്ച് ഭഗവാനോടൊപ്പം ജീവിക്കുവാനുള്ളതായ അസുലഭമായ സൗഭാഗ്യം നേടുന്നു. ആ അവസരത്തിൽ നമ്മൾ ഈ 10 സ്കന്ധത്തിലെയും ആദ്യത്തെ 10 സ്കന്ധത്തിലെയും കഥകളിലൂടെ ആ കഥകളുടെ രസം ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് നാം ഭഗവാനോടൊപ്പം ജീവിക്കുകയാണ്. 5000 വർഷം മുമ്പ് ശ്രീകൃഷ്ണനായിട്ട് ദേവകിയുടെ മകനായിട്ട് ഭഗവാൻ അവതാരം ചെയ്തു. അദ്ദേഹത്തോടൊപ്പം ജീവിക്കുവാനുള്ള അവസരം ഇപ്പോൾ ഈ കലിയുഗത്തിലും നമുക്ക് ലഭിക്കുന്നു. ഭഗവാൻ തന്നെ വാങ്മയമായ തൻ്റെ സ്വരൂപത്തെ ഭാഗവതമായിട്ട് നമുക്ക് സമർപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ആ ആദ്യത്തെ 10 സ്കന്ധങ്ങളിൽ നമുക്ക് പകർന്നു തന്നതായ ആ കഥകളുടെയും തത്വങ്ങളുടെയും ആ കഥകളുടെ ഓടൊപ്പം തന്നെ തത്വങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് അതത് സന്ദർഭങ്ങളിലായിട്ട് ഭഗവാൻ പകർന്നു തന്നിട്ടുണ്ട്. അതെല്ലാം ശാസ്ത്രത്തിൻ്റെ സമ്പ്രദായത്തിൽ നേരിട്ട് കേൾക്കുവാൻ, ആ തത്വങ്ങൾ മാത്രമായി കേൾക്കുവാൻ ഉള്ളതായ അവസരമാണ് ഏകാദശ സ്കന്ധം ഒരുക്കുന്നത്. ഈ ഏകാദശ സ്കന്ധത്തിൽ ഒരു ഗുരുവിനെയും ശിഷ്യനെയും നമ്മൾ കാണുന്നു. ഗുരു എക്കാലത്തും എവിടെയും ഒരാൾ മാത്രമാണ്. പരമാത്മാവാണ് ഗുരു. വേദാന്തശാസ്ത്രം നമ്മൾ എവിടെ പഠിച്ചാലും, വേദാന്തശാസ്ത്രം മാത്രമല്ല മറ്റേതൊരു ശാസ്ത്രം പഠിച്ചാലും, ഭൗതികശാസ്ത്രം പഠിച്ചാലും ഗുരു ഒരാൾ മാത്രം. ഏകമേവ അദ്വിതീയം, ഒന്ന് മാത്രം, രണ്ടില്ലാത്തത്, അതാണ് ഗുരു. അത് വേറെ ആരുമല്ല, രണ്ടില്ലാത്തതായ പരമാത്മാവാണ്. ആ പരമാത്മാവിനെ നമ്മൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ആചാര്യൻ്റെ രൂപത്തിൽ നാം കാണുന്നു, അറിയുന്നു എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ ഈ ശാസ്ത്രഗ്രന്ഥങ്ങൾ, വേദാന്താദി ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഗുരുപരമ്പരയെ സ്മരിക്കും. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എന്ന്. അങ്ങനെ ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് സദാശിവൻ തുടങ്ങി വൈഷ്ണവ ഭക്തി ഹൃദയത്തിൽ ഉള്ള ആളുകൾ ആ സദാശിവനെ തന്നെ നാരായണനായി കാണും. ഓം നാരായണ സമാരംഭാം എന്നായിരിക്കും ചൊല്ലുക. രണ്ടും അർത്ഥം ഒന്ന് തന്നെ. ഒരേ നിർഗുണ നിരാകാര ബ്രഹ്മത്തെ സദാശിവനായിട്ടും നാരായണനായിട്ടും നമ്മുടെ വേദാന്തശാസ്ത്രം നമുക്ക് പകർന്നു തരുന്നു. അങ്ങനെ സദാശിവനിൽ തുടങ്ങി അദ്ദേഹമാണ് ആദിമഗുരു. എക്കാലത്തെയും ഗുരു അദ്ദേഹം തന്നെയാണ്. വലിയൊരു ഗുരുപരമ്പര നമുക്ക് നമ്മുടെ മുന്നിലിരുന്ന് പറഞ്ഞു തരുന്ന ഒരു ആചാര്യൻ ഉണ്ടായാലേ പറ്റൂ, എങ്കിലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. അതിനു വേണ്ടിയിട്ട് ഒരു വലിയൊരു ഗുരുപരമ്പരയുണ്ട്. സദാശിവൻ തന്നെ കാലാകാലങ്ങളിൽ മഹാഗുരുവായിട്ട് അവതരിച്ച് നമുക്ക് ഈ കാര്യം വളരെ വിശദമായി പറഞ്ഞു തരുന്നു. ആ ഗുരുപരമ്പരയിൽ അതിനൊരു വലിയ ഹാരമായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കുള്ളതായ രത്നം, അതാണ് ശങ്കരാചാര്യസ്വാമികൾ ഇവിടെ കാലടിയിൽ അവതരിച്ച ആ പൂജ്യപാദങ്ങൾ. അതാണ് ശങ്കരാചാര്യ മധ്യമാം
ഒരു മാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ രത്നം നടുക്കുഴിരിക്കുന്ന രത്നം തന്നെയാണ്. അങ്ങനെ സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം, വീണ്ടും ആ പരമ്പര നമ്മുടെ മുന്നിലേക്ക് വന്ന് അസ്മദ് ആചാര്യ പര്യന്തം, എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ ആചാര്യൻ വരെയുള്ളതായ ആ ഗുരുപരമ്പരയെ വന്ദേ ഗുരുപരമ്പരാം. അങ്ങനെ ഗുരുപരമ്പരയെ സ്മരിക്കുന്നു. നാം ഇവിടെ ഒരു ഗുരുവിനെ കാണുന്നു. ആ ഗുരു സദാശിവൻ തന്നെയാണ്, നാരായണൻ തന്നെയാണ്, വാസുദേവകൃഷ്ണൻ എന്നുള്ളതായ ഗുരു. ആ ഗുരുവിനോടൊപ്പം ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച, ആ ഗുരുവിൻ്റെ വാക്കുകൾ നിരന്തരം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച, ആ ഗുരുവിനോടൊപ്പം സഞ്ചരിക്കുവാനും ആ ഗുരുവിൻ്റെ വാക്കുകൾക്കനുസരിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാനും ഉള്ള ഭാഗ്യം കൈവന്ന ഒരു ഭാഗ്യശാലിയായ, എല്ലാം കൊണ്ടും ശ്രേയസ്കരമായ പദവിയിൽ തൻ്റെ തപസ്സുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള ഒരു ശിഷ്യനെയും നാം കാണുന്നു. അതാണ് ഉദ്ധവൻ. ശ്രീകൃഷ്ണൻ്റെ കൂട്ടുകാരനാണ്, ശ്രീകൃഷ്ണൻ്റെ ബന്ധുവാണ്, ശ്രീകൃഷ്ണൻ്റെ മന്ത്രിയാണ്, ശ്രീകൃഷ്ണൻ്റെ എല്ലാമാണ്. ഉദ്ധവന് ഭഗവാൻ എല്ലാമാണ്. അങ്ങനെയുള്ള ശിഷ്യനെയും നമ്മൾ ഈ ഏകാദശ സ്കന്ധത്തിലെ തുടക്കത്തിൽ കാണുന്നു. ദശമസ്കന്ധത്തിലും ഉദ്ധവനെ നാം കണ്ടു. ഉദ്ധവനെ ദൂതുമായിട്ട് ഭഗവാൻ ഗോകുലത്തിലേക്ക് അയക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴാകട്ടെ ഈ ഏകാദശത്തിലേക്ക് വരുമ്പോഴേക്കും ഉണ്ടായിരിക്കുന്ന മഹാസംഭവം, ഭഗവാൻ അതുവരെ എല്ലാവർക്കും കാണാൻ കഴിയുന്ന രൂപം ഉണ്ട്. ഭഗവാന്റെ രൂപം അത് നാം നമ്മുടെ കൺമുന്നിലൂടെ കാണുന്നു. ആ രൂപത്തെ ഉപസംഹരിക്കാൻ തുടങ്ങുകയാണ്. ഭഗവാൻ ലീലയായിട്ടാണ് ഈ രൂപം സ്വീകരിച്ചിരിക്കുന്നത്. ആ രൂപത്തിലെ ഓരോ അംശവും എന്താണ് എന്ന് വിചിന്തനം ചെയ്തു കഴിഞ്ഞാൽ നാം എത്തിച്ചേരുന്നത് ഭഗവത് സ്വരൂപത്തിലാണ്, നിർഗുണ നിരാകാര ബ്രഹ്മത്തിലാണ്. രൂപമില്ലാത്ത, നാമമില്ലാത്ത, ഭാവമില്ലാത്ത ആ പരമമായിരിക്കുന്ന ജ്ഞാന ആനന്ദ സ്വരൂപത്തിലാണ് നാം എത്തിച്ചേരുക. ആ നിറത്തിലും അതേപോലെ തന്നെ ആ രൂപഭാവങ്ങളിലും ആ ആഭരണങ്ങളിലും നിന്ന് അതിൽ ഏതൊന്ന് വിചിന്തനം ചെയ്താലും നാം അവിടെ എത്തിച്ചേരും. അങ്ങനെയുള്ള ആ ഗുരുവിനോടൊപ്പം ജീവിച്ചയാൾ, ആ ഗുരുവുമായി എല്ലാ പ്രകാരത്തിലും താതാത്മ്യം പ്രാപിച്ചയാൾ, അദ്ദേഹത്തിൽ നിന്നിട്ട് പ്രപഞ്ച രഹസ്യം ഗ്രഹിച്ചയാൾ, ഉപനിഷത്തിൻ്റെ ഹൃദയം ഗ്രഹിച്ചയാൾ, ആ ആളാണ് ഉദ്ധവൻ. ഭഗവാൻ അറിയാം ഉദ്ധവൻ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന്. ഭഗവാനോടുള്ള നിസ്സീമമായിട്ടുള്ള ഭക്തിയും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചതായ സേവനവും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചതായ മനസ്സിലെ സർവ്വവിധ സങ്കല്പങ്ങളും എല്ലാം കൊണ്ട് ഉദ്ധവൻ പരമാത്മാവ് തന്നെയാണ് ഞാൻ, അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവത്തിൽ എത്താനുള്ള യോഗ്യത കൈവന്നു കഴിഞ്ഞിരിക്കുന്നു, നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഭഗവാൻ അറിയാം. ഗുരു അങ്ങനെയാണ്. ശിഷ്യന്മാർ അനേകം പേരുണ്ടാകും. അതിൽ ഓരോരുത്തരും ഈ അധ്യാത്മ വികാസത്തിൻ്റെ മാർഗത്തിൽ ഓരോരോ തലത്തിൽ നിൽക്കുന്നവരായിരിക്കും. അത് അവരെവിടെ നിൽക്കുന്നു എന്ന് ഗുരുനാഥൻ തിരിച്ചറിയും കൃത്യമായി ഓരോരുത്തരും. എന്നിട്ട് ഗുരുനാഥൻ എന്തു ചെയ്യും? ഓരോ ശിഷ്യനും എവിടെ നിൽക്കുന്നുവോ അവിടം വരെ ഇറങ്ങി വരും. പൂർണ്ണ ബ്രഹ്മസ്വരൂപമാണ് ഗുരുനാഥൻ, നിർഗുണ നിരാകാര സ്വരൂപമാണ് ഗുരുനാഥൻ. അദ്ദേഹം സഗുണ സാകാരമായി ശിഷ്യരുടെ മുന്നിലിരിക്കുന്നു. എന്നിട്ട് ഓരോ ശിഷ്യനും എത്തി നിൽക്കുന്നതായ തലം വരെ ഭഗവാൻ ഇറങ്ങിച്ചെല്ലും. അതാണ് കരുണാമയനാണ് അദ്ദേഹം. സന്തം മഹാന്തം സമുപേത്യ ദേശികം എന്ന് ശങ്കരാചാര്യസ്വാമികൾ ഗുരുനാഥൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച്, ഗുരുനാഥന് ഉണ്ടാകേണ്ട ഗുണഗണങ്ങളെക്കുറിച്ച് വിവേക ചൂടാമണിയിൽ വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്. അദ്ദേഹം സജ്ജനമായിരിക്കണം ഗുരുനാഥൻ, അതായത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവത്തിലെത്തിയ ആളായിരിക്കണം ഗുരുനാഥൻ. പിന്നെയോ അദ്ദേഹം മഹാത്മാവായിരിക്കണം. സജ്ജനമായിരുന്നാൽ മാത്രം പോരാ, ഞാൻ ബ്രഹ്മം തന്നെയാണെന്നുള്ള പ്രത്യക്ഷ അനുഭവത്തിൽ അഖണ്ഡമായിട്ട് ഓരോ ശ്വാസത്തിലും നിലനിൽക്കുന്ന ആളായിരുന്നാൽ മാത്രം പോരാ, മഹാത്മാവ് കൂടിയായിരിക്കണം. എന്താ മഹാത്മാവ്? ശിഷ്യൻ എവിടെ നിൽക്കുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യൻ നിൽക്കുന്ന തലത്തിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറുള്ള ആളായിരിക്കണം. ആ
പരമമായ ബ്രഹ്മാനുഭൂതിയിൽ മാത്രം നിലനിൽക്കുന്നയാളാണെങ്കിൽ ശിഷ്യൻ്റെ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് ഇറങ്ങി വരാൻ തയ്യാറില്ലെങ്കിൽ ആ ആളിനെ കൊണ്ട് ആ ശിഷ്യന് പഠിക്കുന്ന കാര്യത്തിൽ വലിയ പ്രയോജനം കിട്ടില്ല. അത് പ്രയോജനം കിട്ടണമെങ്കിൽ ശിഷ്യൻ ഒരുപാട് സംശയങ്ങളോട് കൂടിയവരാണ്. ഓരോരുത്തരും പല പ്രകാരത്തിലുള്ള സംശയങ്ങളോട് കൂടിയവർ. അവിടേക്ക് ഇറങ്ങി വരണം. അയാളുടെ മികവുകളും അയാളുടെ കുറവുകളും അറിയണം. ആ കുറവുകളെ പരിഹരിക്കണം, മികവുകളെ വർദ്ധിപ്പിക്കണം. എന്നിട്ട് കൈപിടിച്ച് ഉയർത്തി എങ്ങനെയാണോ വലിയൊരു പടിക്കെട്ടിൽ ഇങ്ങനെ നടത്തി മുകളിലേക്ക് കൊണ്ടുപോകുന്ന അതേ പ്രകാരത്തിൽ കൊണ്ടുപോകണം. അതാണ് മഹാത്മാവ് ആയിട്ടുള്ള ഗുരുനാഥൻ. അങ്ങനെയുള്ള മഹാത്മാവായിരിക്കണം. പിന്നെയോ ദേശികനായിരിക്കണം. ശങ്കരാചാര്യസ്വാമികൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഉപദേശം 1200 വർഷങ്ങൾക്കപ്പുറത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഭാരതീയ പാരമ്പര്യം അനുസരിച്ചിട്ട് ആചാര്യസ്വാമികൾ ഇവിടെ അവതരിച്ചത് 2500 വർഷം മുമ്പാണ്. പക്ഷേ യൂറോപ്യൻ ചരിത്രകാരന്മാർ പറയുന്ന 1200 വർഷം എന്ന്. രണ്ടായാലും അന്ന് അദ്ദേഹം വിദ്യാഭ്യാസത്തിൻ്റെ പ്രക്രിയയെക്കുറിച്ച് അതിസൂക്ഷ്മമായിട്ട് നമ്മുടെ മുന്നിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും വിദ്യാഭ്യാസ സംസ്കൃതിയെക്കുറിച്ച്, വിദ്യാഭ്യാസ തന്ത്രത്തെക്കുറിച്ച് പുതിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്കും ഒന്നും കണ്ടെത്താനോ പറയാനോ പ്രവർത്തിപ്പിക്കാനോ സാധിച്ചിട്ടില്ല. ഭാരതം പൂർണ്ണതയിൽ എന്നേ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് അതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ്. അങ്ങനെ ആ ആൾ ദേശികൻ കൂടിയായിരിക്കണം. എന്താ ദേശികൻ വെച്ച് കഴിഞ്ഞാൽ വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത കാര്യമാണ് ഈ പരമാത്മാവ്. വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, മനസ്സുകൊണ്ട് ചിന്തിക്കാനും പറ്റില്ല. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ. എവിടെ എത്തിച്ചേരാൻ കഴിയാതെയാണോ വാക്ക് മനസ്സിനോടൊപ്പം തിരിച്ചു പോരുന്നത്, അതാണ് ബ്രഹ്മം എന്നറിഞ്ഞുകൊള്ളണം. മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റൂല അതിനെ. കാരണം മനസ്സ് സഗുണമാണ്, സാകാരമാണ്. ഈ പരമലക്ഷ്യമാകട്ടെ നിർഗുണവും നിരാകാരവുമാണ്. അതുകൊണ്ട് മനസ്സിന് അവിടെ എത്താൻ പറ്റൂല. അതേപോലെ തന്നെ വാക്കിനും എത്താൻ പറ്റൂല. കാരണം വാക്കും സഗുണ സാകാരമാണ്. അതുകൊണ്ട് വാക്കിനും മനസ്സിനും എത്തിപ്പെടാൻ കഴിയാത്ത ആ തലം, അതാണ് ബ്രഹ്മതലം. അതിനെയാണ് ഈ വേദാന്തശാസ്ത്രം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വാക്കുകൊണ്ട് പറയാൻ കഴിയാത്തതിനെ വാക്കുകൊണ്ട് സൂചിപ്പിക്കുക, വ്യഞ്ജിപ്പിക്കുക, ധ്വനിപ്പിക്കുക എന്നൊക്കെ കാവ്യശാസ്ത്രകാരന്മാർ പറയും. അതാണ് ചെയ്യുന്നത്. ഉപനിഷത്ത് മുഴുവൻ അങ്ങനെയാണ്, ധ്വനിപ്പിക്കുകയാണ് ആ ബ്രഹ്മതത്വത്തെ. അത് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് ഉപനിഷൽ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാർ തന്നെ ആവിഷ്കരിച്ചതാണ്. ആ ഉപനിഷത്തിനെ എങ്ങനെ വായിക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് വളരെ വിശദമായിട്ട് ആ സമ്പ്രദായത്തിലൂടെ അവർ ശിഷ്യ പരമ്പരയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പഠിച്ചാലേ ഉപനിഷത്ത് നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായും പ്രകാശിക്കും. അങ്ങനെ ഈ പരമാത്മതത്വത്തെ പഠിപ്പിക്കുന്ന സമ്പ്രദായം ഗുരുമുഖത്ത് നിന്ന് പഠിച്ചറിഞ്ഞയാൾ, ആ ആളാണ് ദേശികൻ. അങ്ങനെയുള്ളൊരു ദേശികൻ കൂടിയായിരിക്കണം ഈ ആചാര്യൻ. സജ്ജനമായിരിക്കണം, ബ്രഹ്മജ്ഞാനിയായിരിക്കണം, മഹാത്മാവായിരിക്കണം. നാം നിൽക്കുന്ന തലത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മളോടുള്ള കാരുണ്യത്താൽ അവിടെ നിന്ന് നമ്മെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നയാളായിരിക്കണം, ദേശികനായിരിക്കണം. പഠിപ്പിക്കാനുള്ള ഭാരതീയ വിദ്യാഭ്യാസ തന്ത്രം, ഉപനിഷത്ത് പഠിപ്പിക്കുന്ന തന്ത്രം പരിശീലിച്ചയാളായിരിക്കണം, ഗുരുവിൻ്റെ മുഖത്തിരുന്ന് പഠിച്ചയാളായിരിക്കണം. അങ്ങനെയുള്ള ആളിനെ പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള വലിയൊരു ആചാര്യൻ്റെ മുന്നിൽ ഇരിക്കുന്നു ഈ ശിഷ്യനായിരിക്കുന്ന ഉദ്ധവൻ. ആ ആചാര്യനോടൊപ്പം കഴിഞ്ഞു. ആ ആചാര്യൻ ഇതാ ഉദ്ധവൻ എവിടെ നിൽക്കുന്നു എന്ന് ഓരോ നിമിഷവും അറിയുന്നുണ്ട്. ഉദ്ധവൻ ഈ ആചാര്യൻ്റെ ബാല്യകാലത്തെ കൂടെയുള്ള സുഹൃത്താണ്. അന്ന് തൊട്ട് അറിയുന്നു ഉദ്ധവൻ എവിടെ നിൽക്കുന്നു എന്ന്. അവിടെ നിന്ന് ഉദ്ധവനെ ഇങ്ങനെ മുകളിലേക്ക് അദ്ദേഹം കൂട്ടിക്കൊണ്ടുവരികയാണ്. ഉദ്ധവനെ മാത്രമല്ല, ആരൊക്കെയാണോ ഭഗവാന്റെ മുന്നിൽ ഭക്തനായും ശത്രുവായും ഒക്കെ ചെന്നത്, രണ്ട് രീതിയിലുള്ളവരെയും. ശത്രുവിനെയും വെറുതെ കളഞ്ഞിട്ടില്ല അദ്ദേഹം. ശത്രുവിനോടും കരുണാമയനാണ്. ആ ശത്രുവിനെയും വേണ്ടുന്ന പ്രകാരത്തിൽ, അയാൾക്ക് മനസ്സിലാകുന്ന പ്രകാരത്തിൽ പഠിപ്പിച്ചു കൊണ്ടുവന്നയാളാണ് ഈ മഹാഗുരു. ആ ഉദ്ധവൻ ഇപ്പോൾ മോക്ഷത്തിലേക്ക്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവത്തിലേക്ക് എത്താൻ ഉള്ള ആ സ്ഥാനത്ത്,
അതായത് അതിൻ്റെ ഒരു പടി മുമ്പേ, ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ ഒരു പടി മുമ്പേ എത്തി നിൽക്കുകയാണ്. എങ്ങനെ? ഭഗവാനെ തന്നെ ബ്രഹ്മസ്വരൂപനായി അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഇതുവരെ അദ്ദേഹം ഉയർന്നു വന്നത്. ഇനി എന്തു വേണം? ഭഗവാനെ തൻ്റെ കൂട്ടുകാരനായി, തൻ്റെ സർവസ്വമായി കണ്ട് അദ്ദേഹം പറയുന്ന ഓരോ വാക്കും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്ധവൻ. ഇനി എന്തു വേണം? ഉദ്ധവൻ്റെ മുന്നിൽ നിന്നിട്ട് തൻ്റെ രൂപം മാറ്റണം. ഇവിടെ നിന്നാ പോരാ ഉദ്ധവൻ, ഇതിനപ്പുറത്തേക്ക് ചെല്ലണം. അവിടെ ചെല്ലാനുള്ള യോഗ്യത ഉദ്ധവനായി. ആ ഉദ്ധവൻ്റെ മുന്നിൽ നിന്നിട്ട് ഈ കാണുന്നതായ രൂപത്തെ, കാലിക്കാലിൽ തടവിനെ പൊടിച്ചാർത്തുകൊണ്ട് അത്തശോഭം, ആ രൂപമാണിത്. പശുക്കളുടെ കുളമ്പ് തട്ടി ഉയരുന്നു വരുന്നതായ പൊടിമണ്ണ് അണിഞ്ഞതായ ശരീരം, അതുകൊണ്ട് ശോഭയോടുകൂടിയ ശരീരം. കാലിക്കാലിൽ തടവിന പൊടിച്ചാർത്തുകൊണ്ട് അത്തശോഭം, പീലിക്കണ്ണാൽ കലിത ചിഗുരം. മയിൽപീലി തലമുടിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. പീലിക്കണ്ണാൽ കലിത ചിഗുരം, പീത കൗശേയ വീതം. നീ മഞ്ഞപ്പാട്ട് അത് അദ്ദേഹം ഉടുത്തിരിക്കുന്നു. പീത കൗശേയ വീതം, കോലും കോലക്കുഴലുമിയലും ബാലഗോപാലലീലം. കയ്യിൽ കോലക്കുഴല്. അങ്ങനെയുള്ള ആ ബാലഗോപാലൻ അദ്ദേഹത്തിൻ്റെ ലീലാവതാരമാണത്. നിർഗുണ നിരാകാര ബ്രഹ്മത്തിൻ്റെ കോലും കോലക്കുഴലുമിയലും ബാലഗോപാലലീലം. കോലം നീലന്തവ നിയതവും കോയിൽ കൊള്ളുള്ളിൽ. നമുക്ക് അജ്ഞാതനാമാവായ ഒരു സന്ദേശകാരൻ തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആമ്പാടിയുണ്ട്. അതിനകത്ത് ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുണ്ട്. ആ കൃഷ്ണനെ സ്തുതിക്കുന്ന സ്തോത്രമാണ്, ആ സന്ദേശകാവ്യത്തിലുള്ള സ്തോത്രമാണ് ഈ ചൊല്ലിയത്. അങ്ങനെയുള്ള ആ നീലിമയാർന്ന കോലം എപ്പോഴും എൻ്റെ ഉള്ളിൽ മാറ്റമില്ലാതെ കുടികൊള്ളണം. അത് നിർഗുണ നിരാകാര ബ്രഹ്മത്തിൻ്റെ സഗുണ സാകാര രൂപം. അതിൻ്റെ പൂർണ്ണ അനുഭവത്തിൽ എത്തി നിൽക്കുകയാണ് ഈ ഉദ്ധവൻ. ഇനി ആ രൂപത്തെ പിൻവലിക്കണം ഉദ്ധവൻ്റെ മുന്നിൽ നിന്ന്. ആ രൂപത്തെ ലയിപ്പിക്കണം. ലയിപ്പിക്കുമ്പോഴോ ഉദ്ധവൻ അതിനും അപ്പുറത്തേക്ക് നിർഗുണ നിരാകാരത്തിലേക്ക് എത്തും. ഒരു നദി സമുദ്രത്തിൽ ചെന്നാലോ, സമുദ്രത്തിലെത്തുന്നത് വരെ നദിയാണ് നമുക്കറിയാം. ഓരോ നദിക്കും നമ്മൾ ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഓരോ നദിയും ഒഴുകി വരുന്ന വഴി അനുസരിച്ചിട്ടുള്ള അതിൻ്റെ മാർഗമുണ്ട്. ഇവിടെ ആലുവാപ്പുഴ തൊട്ടടുത്തുണ്ട്. അതിന് ആ ആകൃതിയുണ്ട്, അതിൻ്റെ ആ സ്വഭാവങ്ങളുണ്ട്. പക്ഷേ സമുദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാലോ, സമുദ്രമുഖത്തിൽ ചെന്ന് കഴിഞ്ഞാൽ സമുദ്രജലവുമായി ഒന്നായിത്തീരും. പിന്നെ സമുദ്രത്തിലെ വെള്ളവും നദിയിലെ വെള്ളവും വേറെയല്ല. ഇത് തന്നെയാണ് ഭക്തൻ. യഥാർത്ഥത്തിൽ ഭഗവത് സ്വരൂപമാണ്. ഭക്തൻ മാത്രമല്ല, ഈ ലോകത്തിലുള്ള സമസ്ത മനുഷ്യരും, മൃഗങ്ങളും, പുല്ലും പുഴുവും, മണൽത്തരിയും, മഹാപർവ്വതങ്ങളും, സൂര്യചന്ദ്ര നക്ഷത്രാദികളും, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും എല്ലാം അഖണ്ഡ സച്ചിദാനന്ദമാണ്. സച്ചിദാനന്ദം മാത്രമാണ്. നാം ഇങ്ങനെ അനന്ത രൂപങ്ങളിൽ, അനന്ത നാമങ്ങളിൽ, അനന്ത ഭാവങ്ങളിൽ അറിയുന്നു. അതിനെ അങ്ങനെ മനസ്സിലാക്കുന്നു, അങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്ന് മാത്രം. അത് നമ്മുടെ പരിമിതി കൊണ്ട്, അജ്ഞാനം കൊണ്ട്. ഇത് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന നിർഗുണ നിരാകാര ബ്രഹ്മമാണ്. ഞാനൊന്നൊരാളില്ല. ഞാൻ നിർഗുണ നിരാകാര ബ്രഹ്മമാണ്. നമ്മുടെ എല്ലാം ഉള്ളിൽ ഇപ്പോൾ ഒരു ഞാനുണ്ട്. ആ ഞാനിനെ നമ്മൾ അറിയുന്നു. ഓരോ നിമിഷവും നാം ഞാനെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭഗവാനെ പരിപൂർണമായും ശരണം പ്രാപിച്ച് ഭഗവാനിൽ ലയിച്ച് നിൽക്കുമ്പോഴും ഉണ്ട് ഈ ഞാൻ. ഇനി ഈ ഞാൻ ലയിക്കണം. ഞാനിനെ, ഉദ്ധവൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാനിനെ, ഭക്തൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാനിനെ ലയിപ്പിക്കാൻ തുടങ്ങുകയാണ് ഭഗവാൻ. അതിനി എന്തു വേണം? ഉദ്ധവൻ ഏറ്റവും പ്രിയകരമായിരിക്കുന്ന ഈ രൂപത്തെ ഉദ്ധവൻ്റെ മുന്നിൽ നിന്ന് പിൻവലിക്കണം. അപ്പോഴേക്കും രൂപമില്ലാത്ത, അശബ്ദം, അസ്പർശം, അരൂപം, അവ്യയം, തഥാ അരസം നിത്യം അഗന്ധവച്യത്. ശബ്ദമില്ലാത്ത, സ്പർശമില്ലാത്ത, അശബ്ദം, അസ്പർശം, സ്പർശമില്ലാത്ത, രൂപമില്ലാത്ത, രസമില്ലാത്ത, രുചികളില്ലാത്ത, രസമില്ലാത്ത, രുചികളില്ലാത്ത, ഗന്ധമില്ലാത്ത, അനാദിയും അനന്തവുമായിരിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ നിജായത്തം, അത് തന്നെയാണ് ഞാനെന്ന് പ്രത്യക്ഷമായി അനുഭവിച്ചറിഞ്ഞിട്ട് ഉപനിഷത്തിലെ മന്ത്രാണിത്. മൃത്യുമുഖാത് പ്രമുച്യതേ, മരണത്തിൻ്റെ മുഖത്തിൽ നിന്ന് രക്ഷപ്പെടും. എങ്ങനെ? എനിക്ക് മരണമില്ല എന്ന് അനുഭവിച്ചറിയും. ഇപ്പോൾ നാം അജ്ഞാനം മൂലം
ഞാൻ ഈ ശരീരമാണ് എന്ന് ധരിച്ചിട്ട് ഈ ശരീരത്തിന് ജനനമുണ്ട്, വളർച്ചയുണ്ട്, രോഗമുണ്ട്, വാർദ്ധക്യമുണ്ട്, മരണമുണ്ട്, അതൊക്കെ ഈ ശരീരത്തിൻ്റേത്, അതൊക്കെ എൻ്റേതാണ് എന്ന് ധരിച്ചിട്ട് നാം സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ഭയക്കുകയും ഒക്കെ ചെയ്യുന്നു. ഈ ദുഃഖങ്ങളിൽ നിന്ന് മോചിക്കാനുള്ള മാർഗം എന്താണ്? ഞാൻ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളില്ലാത്ത ആ നിർഗുണ നിരാകാര ബ്രഹ്മമാണ് എന്ന് അനുഭവിച്ചറിയുന്നതിലൂടെയാണ്. ആ അനുഭവത്തിൽ എത്താനുള്ള തൊട്ടു മുന്നിലെ പടവിൽ നിൽക്കുകയാണ് ഉദ്ധവൻ. ഇനി ആ അനുഭവം കൊടുക്കണം. ഉദ്ധവൻ അവിടെ നിന്നാൽ പോരാ. ഏതൊരു സാധകനും അവിടെ നിന്നാൽ പോരാ. അവിടെ എത്തിയാൽ ഇനി അടുത്ത ചുവടിലേക്ക്, ആ പരബ്രഹ്മത്തിലേക്ക് ലയിക്കണം. നദി സമുദ്രത്തിൽ ലയിക്കുന്ന പോലെ. അതാണ് അതിനു വേണ്ടിയിട്ടുള്ള അവസ്ഥ കൊടുക്കുകയാണ് ഭഗവാൻ. ഈ രൂപത്തെ അങ്ങ് പിൻവലിക്കുകയാണ് അതിൻ്റെ മാർഗം. ഈ രൂപത്തിൽ പിടിച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഉദ്ധവൻ. ആ രൂപത്തിൽ ധ്യാനിച്ച് ആ രൂപത്തെ സേവിച്ചാണ് ഇതുവരെ എത്തിയത്. ഇതുവരെ എത്താൻ അത് വേണം. ഭഗവാന്റെ ആ നാമവും ഭഗവാന്റെ ആ രൂപവും ഭഗവാന്റെ ആ ലീലകളും ഇതുവരെ എത്താൻ വേണം. വലിയ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നമുക്ക് കയറണമെങ്കിൽ കോണിപ്പടി വേണം. കോണിപ്പടി ഇല്ലാതെ നമുക്ക് കെട്ടിടത്തിൻ്റെ മുകളിൽ കയറാൻ പറ്റൂല. ആ കോണിപ്പടിയുടെ ഏറ്റവും മുകളിലത്തെ പടവിലെത്തി. ഇനി എന്ത് വേണം? അവിടെ നിന്നാൽ മതിയോ? പോരാ. നമ്മളുടെ ലക്ഷ്യം ആ കെട്ടിടത്തിൻ്റെ മുകൾ പരപ്പിലെത്തുകയാണ്. അങ്ങോട്ട് കയറണം. ഉദ്ധവനിത ഏറ്റവും മുകളിലത്തെ പടവിലെത്തി നിൽക്കുകയാണ്. 1 കോടി പടവുകളുള്ള ആ കോണിയുടെ ഏറ്റവും മുകളിലെത്തി നിൽക്കുകയാണ്. ഇനി അടുത്ത തലത്തിലേക്ക് കടക്കണം. അതിനു വേണ്ടിയിട്ട് നോക്കിക്കോണം എങ്ങനെയാണ് ആ ഗുരുനാഥൻ ശിഷ്യനെ അങ്ങ് കൊണ്ടുപോകുന്നത് എന്ന്. ഞാനും നീയും രണ്ടല്ല എന്ന് ഗുരുനാഥൻ പ്രത്യക്ഷ അനുഭവം കൊടുക്കുകയാണ് ഉദ്ധവന്. ഞാൻ തന്നെയാണ് നീ, നീ തന്നെയാണ് ഞാൻ. അതാണ് തത്വ തോമസി, അത് നീയാകുന്നു എന്ന് ഗുരുനാഥൻ ഉദാലകാരുണി ശ്വേതകേതുവിനോട്, പുത്രനും കൂടിയാണ്, പുത്രനും ശിഷ്യനുമാണ് അദ്ദേഹം ശ്വേതകേതു, പറഞ്ഞു കൊടുക്കുന്നതായ ആ മഹാവാക്യം നമ്മൾ ഛാന്തോക്യ ഉപനിഷത്തിൽ കേൾക്കുന്നതാണ്. ആ അനുഭവം പ്രത്യക്ഷമായി കൊടുക്കുമ്പോഴാണ് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു എന്നുള്ള അനുഭവത്തിലെത്തുക. ആ അനുഭവത്തിൽ എത്തിക്കഴിഞ്ഞാലോ പിന്നെ അഹവുമില്ല. കാരണം ആ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു ഞാനില്ല. ആ കടലിൽ നിന്ന് വേറിട്ടൊരു നദിയില്ല. പിന്നെ ആ കടലും നദിയും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഈ കടലിനെ കടലെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? കടൽ മാത്രമേ ഉള്ളൂ എന്ന് വന്നാൽ പിന്നെ അതിന് പ്രത്യേകിച്ചൊരു പേര് വേണമോ? 2 വസ്തുക്കൾ ഉണ്ടെങ്കിലേ രണ്ടിനെയും തിരിച്ചറിയാൻ പേരിൻ്റെ പ്രസക്തി വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അവിടെ കടലെന്നുള്ള വാക്കിനും പ്രസക്തിയില്ല. അതാണ് ബ്രഹ്മം എന്നുള്ള വാക്കിനും പ്രസക്തിയില്ല. അഹവും ബ്രഹ്മവും ഇല്ലെങ്കിലോ പിന്നെ അസ്മി എന്ന് പറയണോ? ആകുന്നു എന്ന് പറയണമോ? ഇല്ല, അതുമില്ല. അഹവും പോയി, ബ്രഹ്മവും പോയി, അസ്മിയും പോയി. പിന്നെ എന്താണ്? പിന്നെയുള്ളത് അഖണ്ഡ സച്ചിദാനന്ദം. അത് അഖണ്ഡ സച്ചിദാനന്ദമെന്ന് അങ്ങനെ പറഞ്ഞു വച്ചു എന്നേ ഉള്ളൂ. കാരണം ആ വാക്ക് കൊണ്ട് പോലും അഖണ്ഡ സച്ചിദാനന്ദം നമുക്ക് പ്രത്യക്ഷമല്ല. അത് നേരിട്ട് അനുഭവിച്ചറിയുമ്പോഴേ പറ്റൂ. ആ അനുഭവം മാത്രം, ആനന്ദം ആനന്ദം ആനന്ദം, ആ അനുഭവം മാത്രം. അതാണ് ജീവിതത്തിൻ്റെ പൂർണ്ണത. അവിടെ നിന്നിട്ടാണ് ഈ ജീവിതം ആരംഭിച്ചത്. ഈ ജഗത്തിലുള്ള എല്ലാം, ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാം അവിടെ നിന്നിട്ടാണ് ആരംഭിച്ചത്. തിരിച്ചെത്തിച്ചേരേണ്ടത് അവിടെയാണ്. ഇതാ ഗുരുനാഥൻ തിരിച്ചവിടെ എത്തിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം രൂപം പിൻവലിക്കുകയാണ്. അതിനുള്ള സാഹചര്യം അവിടെ ഒരുക്കി. നമ്മൾ കണ്ടു യാദവന്മാരെ അഹങ്കരിച്ചതും അവരെ ഋഷിമാരെ കളിയാക്കിയതും അങ്ങനെ ശാപം ഏറ്റുവാങ്ങിയതും. ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ചു പോകട്ടെ എന്നുള്ള ഒരു അർത്ഥമല്ല. പിന്നെയോ അവർ ചെയ്ത, ഓരോരുത്തരും ചെയ്ത പ്രവൃത്തിയുടെ ഫലം എന്താണ് എന്നുള്ള മുന്നറിയിപ്പാണ്. അത് മാത്രമാണ് ശാപം. അങ്ങനെ മുന്നറിയിപ്പാണ്. ആ ചെയ്ത സാമ്പനും കൂട്ടുകാരും കൂടി ചെയ്ത ആ പ്രവൃത്തിയുടെ ഫലമായിട്ട് സംഭവിക്കാൻ പോകുന്ന ഇതാണെന്ന് ഋഷിമാര് മുന്നറിയിപ്പ് കൊടുത്തു. എന്തിനാണ് ഈ മുന്നറിയിപ്പ് കൊടുക്കണേ? അത് ആ ആപത്തിൽ നിന്ന്, ഈ ചെയ്ത പ്രവൃത്തി, തെറ്റായ പ്രവൃത്തി കൊണ്ട് വന്നു ചേരുന്ന ആപത്തിൽ നിന്ന് മോചിക്കാനുള്ള വഴി തേടി കണ്ടുപിടിച്ച് ആ വഴിയിൽ കൂടി നടന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് ആ മുന്നറിയിപ്പ്. അത് കൊടുത്തു. അപ്പോഴേക്കും പിന്നെ എന്താ ചെയ്യുക? എല്ലാവരും ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. ഒരു ഭാഗ്യം അവർക്കുണ്ട്, ഭഗവാൻ അവർക്കുണ്ട്. ഭഗവാനെ ശരണം പ്രാപിച്ചു. പക്ഷേ ഭഗവാൻ അറിയാം ഇവരോരോരുത്തരും എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അദ്ദേഹം മോചനമാർഗം പറഞ്ഞു കൊടുത്തു. പക്ഷേ അവർ അത് പറഞ്ഞ പ്രകാരത്തിൽ ചെയ്തില്ല. ആദ്യം 5-6 ദിവസമൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു.
അത് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ നാമജപവും പൂജാദികളും ഒക്കെ തീർന്നു. തമ്മിൽ വഴക്കായി, മദ്യപാനമായി, തല്ലായി, തമ്മിൽ യുദ്ധമായി. അവിടെ ആ കടൽ തീരത്ത് വന്നടിഞ്ഞ ഇരുമ്പിൻ്റെ ഓരോ കഷണങ്ങളും ഏകപ്പുല്ലായിട്ട് വളർന്നു വന്നിട്ട് അതിന് വാളിനേക്കാൾ മുറിച്ച് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തല്ലി. ഈ അവസ്ഥ കണ്ടിട്ട് ഉദ്ധവന് വളരെ ദേഷ്യം വന്നു, വളരെ ദുഃഖം വന്നു. എന്താ, എൻ്റെ ആളുകളാണ് അവരെല്ലാം എന്ന് സങ്കല്പത്തിൽ നിൽക്കുകയാണ് ഉദ്ധവൻ. അവരെല്ലാം എൻ്റെ ആളുകളാണ്, അവർക്ക് വലിയ വിനാശം വരുന്നു, ഇവിടെ അവരെ രക്ഷിക്കാൻ പ്രാപ്തനായിരിക്കുന്ന ഭഗവാനുണ്ട്, എന്നിട്ടും ഭഗവാൻ തൻ്റെ ആ ശക്തി കൊണ്ട് അവരെ ആ ഒരു വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നില്ലല്ലോ എന്ന ദുഃഖം ഉദ്ധവന്. ഈ ജഗത്ത് മായാമയമാണ് എന്നുള്ള ആ യാഥാർത്ഥ്യത്തിൽ നിന്നിട്ട് ആ യാഥാർത്ഥ്യത്തെ ഭംഗിയായിട്ട് ഉദ്ധവൻ ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല. ഇതെല്ലാം ബൗദ്ധികമായി ഗ്രഹിച്ചിട്ടുണ്ട്. ഇത് മായാമയമാണെന്ന് ബൗദ്ധികമായി ഗ്രഹിച്ചു, പക്ഷെ എങ്കിലും അത് അനുഭവത്തിലായില്ല. അതുകൊണ്ടാണ് ഉദ്ധവൻ ഈ ദുഃഖം. ഉദ്ധവൻ ഭഗവാന്റെ സമീപത്ത് ഓടിച്ചെല്ലുന്നു. ഏകാദശ സ്കന്ധത്തിലെ 6-ാമത്തെ ശ്ലോകം. ദേവദേവേശ യോഗേശ പുണ്യശ്രവണ കീർത്തന. ദേവദേവന്മാർക്കും ഈശനായിട്ടുള്ളവൻ, സമസ്ത ദേവന്മാരുടെയും അധിപതിയായിരിക്കുന്നവൻ, ഏകനായിരിക്കുന്ന, രണ്ടില്ലാത്തവനായിരിക്കുന്ന ആ പരമാത്മാവ് എന്ന് മാത്രമല്ല പുണ്യമയമായിട്ടുള്ള കീർത്തനങ്ങളാൽ സ്തുതിക്കപ്പെടുന്നവൻ. അങ്ങനെയുള്ളതായ അദ്ദേഹത്തിൻ്റെ നാമഗുണങ്ങൾ ആരൊക്കെ കീർത്തിച്ചാലും അത് കേൾക്കുന്ന ആളുകൾക്ക് പോലും ആ പുണ്യത്തിൻ്റെതായ പ്രയോജനം ലഭിക്കും. അത് കീർത്തിക്കുക മാത്രമല്ല, ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവർക്കും പ്രയോജനമുണ്ട്. അങ്ങനെയുള്ള മഹിമാവോടുകൂടിയ അല്ലയോ ദേവ, അങ്ങ് സംഹൃത്യൈത കുലം നൂനം ലോകം സന്ധ്യക്ഷതയെ ഭവാൻ. അങ്ങിപ്പോൾ എന്തിനു പുറപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വംശത്തെ മുഴുവൻ പരിപൂർണമായിട്ടും സംഹരിച്ചിട്ട് തൻ്റെ ഉള്ളിലേക്ക് പിൻവലിച്ചിട്ട് അങ്ങ് ഈ ലോകത്തെ ഉപേക്ഷിക്കാൻ തുടങ്ങുന്നു എന്ന് എനിക്ക് മനസ്സിലായി. യഥാർത്ഥത്തിൽ അങ്ങയ്ക്ക് ഈ വിപ്രശാപത്തെ ദൂരീകരിക്കാനുള്ള ശേഷിയുണ്ട്. വിപ്രശാപം സമർത്ഥോ വിപ്രത്യഹന്ന യതീശ്വര. അല്ലയോ ഈശ്വര, അങ്ങയ്ക്ക് ഈ ബ്രാഹ്മണശാപത്തെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കാനുള്ള കരുതുണ്ടായിരുന്നിട്ടും അങ്ങ് അതിനുവേണ്ടി ചെയ്യുന്നില്ല, ഒന്നും പ്രവർത്തിക്കുന്നില്ല. പകരം അതങ്ങനെ തന്നെ നടന്നു കൊള്ളട്ടെ എന്ന് വെച്ചിട്ട് അങ്ങും ശരീരത്തെ ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലയോ ഭഗവാനെ, എനിക്ക് ഇത് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. അല്ലയോ ഭഗവാനെ, ഓരോ നിമിഷവും അങ്ങയെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്നു. ഓരോ നിമിഷവും അങ്ങയോടൊപ്പം ചിലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും കാലം അങ്ങനെ ആയിരുന്നല്ലോ. ഓരോ നിമിഷവും അങ്ങയുടെ വാക്കുകൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും കാലം അങ്ങനെയായിരുന്നല്ലോ. ഒരു നിമിഷം പോലും അല്ലയോ ഭഗവാനെ എനിക്ക് അങ്ങയിൽ നിന്നിട്ട് മാറി നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, എനിക്ക് ഈ അവസരത്തിൽ അങ്ങയോട് ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വധാമം നയമാമപി. അങ്ങ് എവിടേക്കാണോ പോകുന്നത്, അങ്ങയുടെ സ്വന്തം ഭവനം, അങ്ങയുടെ സ്വന്തം ഇരിപ്പിടം, അത് വൈകുണ്ഠം എന്ന് സർവത്ര പ്രസിദ്ധമാണ്. ശാസ്ത്രഗ്രന്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടേക്ക് എന്നെയും കൂടെ കൊണ്ടുപോകണം. അങ്ങ് അവിടെ ഉണ്ടല്ലോ, അങ്ങ് ഇപ്പോൾ ദ്വാരകയിലുണ്ട്. ഇപ്പോൾ ഞാൻ ഇത്രയും കാലം അങ്ങയോടൊപ്പം കഴിഞ്ഞു. ഈ സന്തോഷം എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പറ്റില്ല. അങ്ങയോടൊപ്പം തന്നെ കഴിയുന്ന സന്തോഷം. അതുകൊണ്ട് അങ്ങ് പോകുന്നിടത്തേക്ക് അങ്ങ് പോകണ്ട എന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അങ്ങ് തീരുമാനമെടുത്തു പോയി. അങ്ങയുടെ തീരുമാനം അരുത് എന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല. എനിക്കൊന്നു മാത്രമേ ഉള്ളൂ പ്രാർത്ഥന, അങ്ങ് പോകുന്നിടത്തേക്ക് സ്വധാമ നയമാമപി എന്നെയും കൂടെ കൊണ്ടുപോകണം. അപ്പോൾ എപ്പോഴും എനിക്ക് അങ്ങയെ കാണാമല്ലോ, അങ്ങയുടെ ഈ രൂപം കണ്ടുകൊണ്ട് അങ്ങയെ കീർത്തിക്കാമല്ലോ, അങ്ങയുടെ വാക്കുകൾ കേൾക്കാമല്ലോ, ആ വാക്കുകളെല്ലാം നടപ്പിലാക്കാമല്ലോ. അങ്ങനെ അങ്ങയുടെ സാന്നിധ്യത്താൽ അനന്തകോടി വർഷങ്ങൾ കാലാതീതമായിട്ട് എനിക്ക് ജീവിതത്തെ ധന്യമാക്കാമല്ലോ. ഇതാണ് ആ ഭക്തൻ ഗുരുനാഥനോട് ആവശ്യപ്പെട്ടത്. ഗുരുവിൽ സർവസ്വവും സമർപ്പിക്കുക എന്നുള്ളത് ഭക്തൻ്റെ സങ്കല്പമാണ്, ഭക്തൻ്റെ സാധനാ പദ്ധതിയാണ്. ഭക്തന്മാരെല്ലാവരും അങ്ങനെയാണ്. തൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുവിൽ സർവസ്വവും സമർപ്പിക്കുന്നു.
ആ ഗുരു തന്നെയാണെല്ലാം. ആ ഗുരുവിനപ്പുറം യാതൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു സമർപ്പണത്താൽ ഗുരു പറഞ്ഞ വാക്കുകളെ ഭംഗിയായി പ്രവർത്തിപ്പിച്ചിട്ട് ഗുരു കാണിച്ച മാർഗത്തിലൂടി, അധ്യാത്മ മാർഗത്തിലൂടി ഉയർന്നുയർന്നു വരും. എങ്ങനെയാണ് ആ ഉയർച്ച സംഭവിക്കുന്നത്? പല പ്രകാരത്തിൽ അത് നമ്മുടെ ഈ മഹാഗ്രന്ഥങ്ങൾ, ഭാഗവതം ഉൾപ്പെടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മിലുള്ളതായ തമോ ഗുണത്തെ അത് ദൂരീകരിക്കും ആ സാധനാ പദ്ധതി. തമോ ഗുണം അത് കെട്ടടങ്ങുമ്പോഴത്തേക്കും രജോ ഗുണം പിന്നെ അവശേഷിച്ചിരിപ്പുണ്ട്. ആ രജോ ഗുണത്തെയും ഈ സാധനകൾ ദൂരീകരിക്കും. തമസും രജസ്സുമാണ് അജ്ഞാനം. തമസും രജസ്സുമാണ് നമ്മെ വേദനിപ്പിക്കുന്നത്. തമസും രജസ്സുമാണ് നമ്മെ ഇട്ട് ഈ ലോകബന്ധനത്തിലിട്ട് വട്ടം കറക്കുന്നത്. ആ തമസും രജസ്സും ആനച്ചങ്ങലേക്കാളും ബലിഷ്ഠമാണ്. അതിനെ ഈ സാധനാ പദ്ധതി ദൂരീകരിക്കും നിശേഷമായിട്ട്. അപ്പോൾ പിന്നെ എന്താ നമ്മിൽ അവശേഷിക്കുക? സാത്വിക ഗുണം. ആ സാത്വിക ഗുണം വെള്ളം പോലെ നിർമ്മലമാണ് എന്ന് ശങ്കരാചാര്യ സ്വാമികൾ വിവേക ചൂടാമണിയിൽ പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ? അതൊരിക്കലും പ്രകാശത്തെ മറയ്ക്കില്ല, പ്രകാശത്തെ കടന്നു വരാൻ അനുവദിക്കും. അങ്ങനെ സ്ഫടികം പ്രകാശത്തെ മറയ്ക്കില്ല. അതേപോലെ സാത്വിക ഗുണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മ പ്രകാശത്തെ ഒരിക്കലും മറയ്ക്കില്ല. പരമാത്മ പ്രകാശത്തെ അതേ പ്രകാരത്തിൽ കടത്തിവിടും. അങ്ങനെ നമ്മിൽ പരമാത്മ ജ്ഞാനം ഓരോ നിമിഷവും നിറഞ്ഞു നിൽക്കും. ആ സമ്പൂർണ്ണ ബ്രഹ്മാനുഭവത്തിൽ ജീവിതം ധന്യമായി തീരും. എന്ന് മാത്രമല്ല, ഇക്കാണായ ലോകം മുഴുവൻ പരമാത്മാവ് തന്നെയാണ് എന്നുള്ള അനുഭവം ഉണ്ടാകും. ആ പരമാത്മജ്ഞാനത്തെ അതിൻ്റെ പൂർണ്ണതയിൽ അഹം ബ്രഹ്മാസ്മി, ഞാൻ അപ്പോഴും ഈ അവസ്ഥയിലും സാധകൻ ഞാൻ വേറെ പരമാത്മാവ് വേറെ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. ആ പരമാത്മാവ് തന്നെയാണ് ഞാൻ എന്നുള്ള പ്രത്യക്ഷ അനുഭവത്തിലെത്തണം. അവിടേക്കാണ് ഭഗവാൻ കൊണ്ടുപോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരി തന്നെയാണ്. യഥാർത്ഥമാം മഹാഭാഗ തച്ചികീർഷിതമേവമേ. അല്ലയോ മഹാഭാഗ്യശാലിയായിരിക്കുന്ന, വലിയ കടുത്തതായ തപസ്സിൻ്റെ ഉടമയായിരിക്കുന്ന, അല്ലയോ കൂട്ടുകാര, അല്ലയോ ഉദ്ധവ, അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ്. ഈ കുലത്തെ മുഴുവൻ സംഹരിക്കുക കൊല്ലുക എന്നല്ല അർത്ഥം. ഭഗവാൻ ലോകത്തിൽ ഒന്നിനെയും കൊല്ലില്ല. പിന്നെയോ തന്നിലേക്ക് ലയിപ്പിക്കുന്നു. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്ന പോലെ. അങ്ങനെ പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു കഴിയുമ്പോഴേക്കും, പഞ്ചസാര എടുത്ത് വെള്ളത്തിലേക്ക് ഇടുമ്പോഴേക്കും പഞ്ചസാരയെ നമുക്ക് കാണാം. വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാരയെ കാണാൻ പറ്റില്ല. അത് എവിടെ പോയി? അത് വെള്ളത്തിൽ സമ്പൂർണ്ണമായി വ്യാപിച്ചിരിക്കുന്നു. പക്ഷെ നമുക്ക് ഏതൊരു ഉദാഹരണത്തിനും പരിമിതിയുണ്ട്. അങ്ങനെ ഈ ഉദാഹരണത്തിനുണ്ട് പരിമിതി. ആ പഞ്ചസാരയുടെ സാന്നിധ്യം കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ലെങ്കിലും നാവ് കൊണ്ട് അറിയാം. വെള്ളം മധുരിക്കും. പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചതുപോലെയാണ് ഈ ഭക്തൻ പരമാത്മാവിൽ ലയിക്കുക. അവിടെ ഈ പഞ്ചസാരയുടെ കാര്യത്തിൽ വെള്ളത്തിൽ മാധുര്യത്തിൻ്റെ അനുഭവം കാണും. ഇവിടെ അതുപോലുമില്ല. സമ്പൂർണമായി ഈ ബ്രഹ്മം തന്നെയായി സ്ഥിതി ചെയ്യാണ്. അപ്പോൾ അല്ലയോ കുഞ്ഞേ, അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ഈ യാദവകുലം ഉൾപ്പെടെ ഈ യാദവകുലത്തെ മുഴുവൻ എന്നിലേക്ക് ഞാൻ ലയിപ്പിക്കുകയാണ്. അവർ മുഴുവൻ എൻ്റെ ഉള്ളിൽ സൂക്ഷ്മരൂപത്തിൽ കുടികൊള്ളും. ഇല്ലാതാവുന്നില്ല, കൊല്ലല്ലാതെ സൂക്ഷ്മരൂപത്തിൽ എൻ്റെ ഉള്ളിൽ കുടികൊള്ളും. വീണ്ടും യഥായോഗ്യം അവരുടെ കർമ്മവാസനയനുസരിച്ച് പറ്റിയ അവസരത്തിൽ അവർക്ക് വീണ്ടും ജനിക്കാനും പ്രവർത്തിക്കാനുള്ള അവസരവും ഞാൻ നൽകും. അങ്ങനെ ഇതിനെ മുഴുവൻ ഞാൻ ഉപസംഹരിക്കാൻ പോവാണ്. ഇത് യാതൊരു മാറ്റവുമില്ലാത്ത കാര്യമാണ്. ഇതാണ് എൻ്റെ തീരുമാനം. ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മാവും ബ്രഹ്മാഭവോ ലോകപാലാഹ സർവാസമ്മേഭികാംക്ഷിണഃ. ബ്രഹ്മാവ് ഈ ജഗത്തിൻ്റെ സൃഷ്ടികർമ്മം ചെയ്യുന്ന ഞാൻ ചുമതലപ്പെട്ടയാൾ. അതുപോലെ ഭവൻ, അതേപോലെ തന്നെ ലോകപാലന്മാർ, ബ്രഹ്മാവും ശിവനും ലോകപാലകന്മാരും. ലോകത്തെ സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവ്, സംഹരിക്കുന്നത് മഹാദേവൻ രുദ്രൻ. അതേപോലെ തന്നെ ലോകത്തിൽ വിവിധങ്ങളായ കർമ്മങ്ങൾ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകപാലന്മാർ, പിന്നെ ദേവന്മാർ. ഇവരെല്ലാവരും ഞാൻ വൈകുണ്ഠത്തിലേക്ക് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നു. അവർ വന്ന് എന്നോട് ആവശ്യപ്പെടുന്നു. ഞാൻ ഇനി ഇവിടെ ഈ ഭൂമിയിൽ ഈ രൂപം ധരിച്ചിട്ട് ഇവിടെ നിലനിൽക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ മയാ നിഷ്പാദിതം ഹ്യത്ര ദേവകാര്യമശേഷതഃ.
ദേവന്മാർക്ക് വേണ്ടിയിട്ട് ആണ് എൻ്റെ ഈ അവതാരം. ആരാ ദേവന്മാർ? നമ്മുടെ എല്ലാ ശരീരത്തിലും 33 ദേവന്മാരും ഇരിക്കുന്നു. ഈ സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും കാരണ ശരീരത്തിലും ഇരിക്കുന്നു. ഈ ജഗത്ത് മുഴുവൻ ദേവന്മാരിയ്ക്കുന്നു. ഈ ജഗത്തിനെ ഉണ്ടാക്കുക, നിലനിർത്തുക, പ്രവർത്തിപ്പിക്കുക എന്നുള്ള ചുമതല ത്രിമൂർത്തികളിൽപ്പെട്ട ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ജോലിയാണ്. അവരുടെ ആ ചുമതലയെ ഇവിടെ ഭൗതിക തലത്തിൽ പ്രവർത്തിപ്പിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഈ ദേവന്മാർ. അവർ സൂക്ഷ്മരൂപികളായിട്ട് നമ്മുടെ ശരീരമനോബുദ്ധികളെല്ലാം നിറഞ്ഞ് ഈ കാണാൻ എല്ലാ വസ്തുക്കളുടെ ഉള്ളിലും പുറമേയും നിറഞ്ഞ് ഇതിനെല്ലാം ഉണ്ടാക്കി ഇങ്ങനെ കാണിക്കുന്നു. അങ്ങനെ രാജാവ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഭരണാധിപനായിരിക്കുന്നു. രാജാവാണോ നമ്മുടെ ഗ്രാമത്തിൽ വന്ന് നമ്മുടെ കൃഷികാര്യങ്ങൾക്ക് വേണ്ടുന്ന ചുമതലകളൊക്കെ വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ അല്ല. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച്, അദ്ദേഹം കൊടുത്ത നിയമങ്ങളനുസരിച്ച് അദ്ദേഹം ചുമതലപ്പെടുത്തിയ ആളുകളുണ്ട് എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഉദ്യോഗസ്ഥന്മാർ. അവർ അത് നിർവഹിക്കുന്നു. അതേപോലെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ചുമതലകൾ അവർ നിർവഹിക്കാൻ വേണ്ടി നിയോഗിച്ച ഉദ്യോഗസ്ഥരാണ് ഇവരെല്ലാം എന്ന് എളുപ്പത്തിൽ പറയാം. അവരാണ് ഈ തലത്തിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. ഈ ശ്വാസമെല്ലാം ചലിക്കുന്ന അങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിനകത്തും 1000 പ്രവർത്തനങ്ങൾ ഈ ദേവന്മാരാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരാളുടെ പ്രവർത്തനത്തിന് തടസ്സം വന്നു കഴിഞ്ഞാൽ കാര്യം കുഴപ്പമായി. എല്ലാം ഭംഗിയായി നടക്കുമ്പോൾ നമ്മൾ പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കും. ആ ദേവന്മാരും ബ്രഹ്മാവും രുദ്രനും ആ ദേവന്മാരും എല്ലാവരും വിഷ്ണുവിനോട് പ്രാർത്ഥിക്കുന്നു, അങ്ങ് വൈകുണ്ഠ ലോകത്തിലേക്ക് മടങ്ങി വരണം. ഇനി ഇവിടെ അങ്ങ് ഈ പ്രകാരത്തിൽ നിലനിൽക്കേണ്ട, കാരണം അങ്ങ് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് അവർ അദ്ദേഹത്തോട് പറയുകയാണ്. കൃഷ്ണന് തന്നെ നന്നായിട്ടറിയാം താൻ ചെയ്യേണ്ടത് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന്. മയാ നിഷ്പാദിതം ഹ്യത്ര ദേവകാര്യമശേഷതഃ, ദേവകാര്യം മുഴുവൻ സമ്പൂർണ്ണമായിട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ദേവന്മാരുടെ പ്രവൃത്തികളുടെ കാര്യത്തിൽ കുറേ തടസ്സങ്ങൾ വന്നു. എന്ത് കാരണം? രാക്ഷസീ ബുദ്ധികൾ വളർന്നത് കാരണം. കംസൻ, ശിശുപാലൻ, ജരാസന്ധൻ, ദുര്യോധനാദികൾ ഇവരൊക്കെയാണ് രാക്ഷസീയമായിട്ടുള്ള വാസനാവിശേഷങ്ങൾ. അവരുടെ സാന്നിധ്യവും അവരുടെ അതിക്രമങ്ങളും കാരണം ദേവന്മാർക്ക് അവർ ചെയ്യേണ്ടതായ ലോകരക്ഷകമായിരിക്കുന്ന പ്രവൃത്തികൾക്ക് തടസ്സം വന്നു. അതുകൊണ്ട് അവരെല്ലാം യഥായോഗ്യം ദൂരീകരിച്ചിട്ട്, അവരുടെ ശല്യങ്ങളൊക്കെ ദൂരീകരിച്ചിട്ട് ലോകത്തെ രക്ഷിക്കുക എന്നുള്ള ചുമതല അത് നിർവഹിക്കാനാണ് ഞാൻ വന്നത്. അത് മുഴുവൻ ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് ചെയ്യാനായിട്ട് യാതൊന്നും ഇല്ല. എന്തിനു വേണ്ടിയിട്ടാണോ ഞാൻ അവതരിച്ചത്? ബ്രഹ്മാവ് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ അവതരിച്ചത്. അത് ഞാനിതാ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ രൂപത്തെ ഉപസംഹരിക്കുകയാണ്. അതിന് മാറ്റമൊന്നുമില്ല. അലയോ ഉദ്ധവ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. സമുദ്ര സപ്തമേന്യേതാം പുരീം ച പ്ലാവയിഷ്യതി. ഞാൻ ഈ ശരീരത്തെ വെടിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ രൂപത്തെ ഉപസംഹരിച്ചാൽ, ഈ രൂപത്തെ അങ്ങ് ലയിപ്പിക്കാണ്. ഈ രൂപത്തെ ഞാൻ ഉപസംഹരിച്ചു കഴിഞ്ഞാൽ ഈ ദ്വാരകയുണ്ടല്ലോ, ദ്വാരക നിൽക്കില്ല. ഈ ദ്വാരകയെ സമുദ്രം വിഴുങ്ങും. സമുദ്രം ഈ ദ്വാരകയെ മുഴുവൻ പ്രളയത്തിലാഴ്ത്തും. ദ്വാരക സമുദ്രത്തിലാണ്ടുപോകും. ഭൗതിക തലത്തിൽ ദ്വാരക ഇന്നും സമുദ്രത്തിൻ്റെ അടിയിലാണ്. ഗുജറാത്തിൽ കാണാം. ആ ദ്വാരക സമുദ്രത്തിൻ്റെ അടിയിലുണ്ട്. അതിൻ്റെ തീരദേശത്ത് ആ ദ്വാരകയോട് ചേർന്ന് പണ്ടുണ്ടായിരുന്ന ആ സ്ഥലത്ത് ഇന്ന് ദ്വാരകയും ഭഗവാന്റെ ക്ഷേത്രവും എല്ലാം ഉണ്ട്. സമുദ്രത്തിൻ്റെ അടിയിൽ പണ്ട് നിലനിരുന്ന ദ്വാരകാ നഗരിയുടെ ആ അവശിഷ്ടങ്ങൾ അത്ഭുതകരമാണ്. അന്നത്തെ നഗര സംവിധാനം എത്ര ശാസ്ത്രീയമായ നഗര സംവിധാനമാണെന്ന് ആ അവശിഷ്ടങ്ങൾ കണ്ടാൽ മനസ്സിലാകും. വലിയ സംവിധാനമാണ്. അത് നമുക്കിന്ന് കാണാൻ കഴിയും. ആർക്കിയോളജിക്കൽ വകുപ്പ് 10-70 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ എല്ലാം സർവേ നടത്തിയിട്ട് അതിൻ്റെ എല്ലാം ചിത്രങ്ങളും രേഖകളും എല്ലാം തയ്യാറാക്കിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ദ്വാരക മുങ്ങിപ്പോകും. ഇത് 5000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഭൗതികമായ യാഥാർത്ഥ്യം. ഇനി എന്താ ദ്വാരക? ഭഗവാന്റെ ഓരോ വാക്കിനും അനേകം അർത്ഥമുണ്ട്. ഭാഗവതത്തിലെ ഓരോ വാക്കിനും അനേകം അർത്ഥമുണ്ട്. ഭാഗവതത്തിലെ ഓരോ കഥയ്ക്കും അനേകം അർത്ഥമുണ്ട്. അനേകം അർത്ഥങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് വ്യാസഭഗവാൻ ഈ പ്രകാരത്തിൽ ഭാഗവതത്തെ നമുക്ക് തന്നിരിക്കുന്നത്. മഹാഭാരതത്തെ നമുക്ക് തന്നതും അങ്ങനെ തന്നെയാണ്. രാമായണത്തെ നമുക്ക് തന്നതും അങ്ങനെ തന്നെയാണ്. നമ്മൾ കാണുന്ന ലൗകിക അർത്ഥം മാത്രമല്ല, അതിനപ്പുറം, അത് സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിനപ്പുറം
ബ്രഹ്മതലം വരെ എത്തിച്ചേരുന്ന ക്രമത്തിൽ അനേകം അടുക്കുകളുണ്ട് അർത്ഥങ്ങളുടെ. ഭൂലോകത്തിലെ അർത്ഥതലം, ഭൂർലോകത്തിലെ അർത്ഥതലം, സ്വർലോക, മഹർലോക, ജനലോക, തപോലോക, സത്യലോകങ്ങളിലെ അർത്ഥതലം, സത്യലോകത്തിനും അപ്പുറത്ത് മായയുടെ, മഹാമായയുടെ അർത്ഥമണ്ഡലം, അതിനും അപ്പുറത്ത് പരമാത്മ സ്വരൂപത്തിലെ അർത്ഥമണ്ഡലം. ഇത്രയും അർത്ഥങ്ങൾ ചേർത്തിട്ടാണ് ഓരോ വാക്കും, ഓരോ ആശയവും, ഓരോ കഥയും, ഓരോ കഥാപാത്രവും ഇതിനകത്ത് പറഞ്ഞു വച്ചിരിക്കുന്നത്. നോക്കണം, ഈ ദ്വാരക എന്താ? അതിൻ്റെ വേറൊരർത്ഥം പറയാം. ഈ ശരീരം തന്നെ ദ്വാരക. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം അതാണ് ദ്വാരക. ഇവിടെ ഒരു രന്ധ്രമുണ്ട്, ബ്രഹ്മരന്ധ്രം എന്ന് പറയും, വിധൃതി എന്ന് പറയും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പതപ്പ് നമുക്ക് കാണാൻ പറ്റും, കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ. അതുകൊണ്ട് അമ്മമാർ കുളിപ്പിക്കുമ്പോഴേക്കും വളരെ ശ്രദ്ധിച്ചാണ് കുഞ്ഞിൻ്റെ ശിരസ് കുളിപ്പിക്കുക. അത് അമ്മമാർക്ക് എല്ലാവർക്കും അറിയാതെ. ആ പതപ്പിൻ്റെ സ്ഥാനം, അവിടെ ഒരു രന്ധ്രമുണ്ട്. ആ ബ്രഹ്മരന്ധ്രത്തിൽ കൂടിയാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ സൂക്ഷ്മ ശരീരത്തിൽ കടന്ന് നട്ടലിൻ്റെ ഉള്ളിലുള്ള സുഷുമ്നാകാണ്ഡത്തിലൂടെ അങ്ങ് താഴെയേറ്റം മൂലാധാരത്തിലെത്തിയിട്ട് കുണ്ടലിനിയായിട്ട് കുടികൊള്ളുന്നത്. അങ്ങനെ ഈ ദ്വാരത്തോടു കൂടിയത്, അതാണ് ദ്വാരവതി, ദ്വാരക. ഈ ശരീരമാണ് ദ്വാരക. ഭഗവാൻ ഇരുന്ന ദ്വാരക, ആ ശരീരം, ആ ദ്വാരക എന്നുള്ള പട്ടണം, ഭഗവാൻ ഇരിക്കുന്ന ആ ദ്വാരക എന്നുള്ള പട്ടണമാണിത്. നമ്മുടെ ശരീരത്തിൻ്റെ മഹിമ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ശരീരം ദ്വാരകയാണ്, ഇതിനകത്തിരിക്കുന്ന ഭഗവാനാണ്. ആ ഭഗവാൻ ഞാൻ തന്നെയാണ്. തത് ത്വമസി, ആ ഭഗവാൻ നീ തന്നെയാകുന്നു. ഇതാണ് ഉപനിഷത്ത് പറഞ്ഞു വച്ചിരിക്കുന്നത്. കുണ്ടലിനിയായിട്ട് ഉള്ളിലിരിക്കുന്നു ഭഗവാൻ. അങ്ങനെ ഈ ദ്വാരകയിൽ നിന്നിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ സമുദ്രം കടന്നു കയറും. എന്താ ഇത്? ഈ ദ്വാരക സ്ഥൂല പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ആ സ്ഥൂല പഞ്ചഭൂതങ്ങൾ സൂക്ഷ്മ പഞ്ചഭൂത നിർമ്മിതമാണ്. അതെല്ലാം അതത് ഭൂതങ്ങളിലേക്ക് ലയിച്ചു പോകും. ഈ ശരീരം അതത് ഭൂതങ്ങളിലേക്ക് ലയിച്ചു പോകും. അതാണ് പ്രാണന്റെ സ്പന്ദനം നിന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തെ നമ്മൾ അധിക നേരം വച്ചേക്കില്ല. 6 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ശരീരത്തെ യഥായോഗ്യം സംസ്കരിക്കും. ഭഗവാൻ ഇരുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ നിലനിന്നത്. ഭഗവാൻ വിട്ടുകഴിഞ്ഞാൽ അത് സമുദ്രം ലയിക്കും. ഏത് സമുദ്രം? ഈ മൂലപ്രകൃതിയാകുന്ന സമുദ്രം. അത് ലയിച്ചു പോകും. അതുകൊണ്ട് നീ ഇനി ഇവിടെ ഒരിക്കലും ഇവിടെ ഏറെക്കാലം നീ വസിക്കേണ്ട. 7-ാം ദിവസം ഞാൻ ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ 7-ാം ദിവസം സമുദ്രം ഇവിടെ കയറും എന്ന് അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് ഉദ്ധവനോട് പറയുകയാണ്. അതുകൊണ്ട് ന വസ്തവ്യം ത്വയേ വേഹ മയാ ത്യക്തേ മഹീതലേ. ഞാൻ ഈ ഭൂമിയെ വിട്ടുകഴിഞ്ഞാലുണ്ടല്ലോ, അല്ലയോ ഉദ്ധവ, നീ ഈ ഭൂമിയിൽ പിന്നെ വസിക്കേണ്ട കാര്യമില്ല. നീ ഈ ദ്വാരകയിൽ വസിക്കേണ്ട കാര്യമില്ല. ഭൂമിയെ വിടാനായിട്ടില്ല ഉദ്ധവൻ. അതിനുള്ള ശക്തി ഉദ്ധവന് പകർന്നു കിട്ടണം. ഞാൻ ഈ ദ്വാരക വിട്ടുകഴിഞ്ഞാൽ, ഞാൻ പരമാത്മസ്വരൂപത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഇവിടെ ഈ ദ്വാരകയിൽ വസിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയാണ്. ഞാൻ ഭൂമിയെ വിട്ടുകഴിഞ്ഞാൽ നീ ദ്വാരകയിൽ വസിക്കരുത്. എന്താ കാരണം എന്നറിയാം? ജനോ അധർമ്മരുചിർഭദ്ര ഭവിഷ്യതി കലോ യുഗേ. ഞാൻ എപ്പോഴാണോ ഈ ദ്വാരകയെ വിടുന്നത് അപ്പോഴേക്കും കലിയുഗം ആരംഭിക്കും. ഭഗവാന്റെ ബ്രഹ്മലയത്തിൻ്റെ അടുത്ത പുലരി തൊട്ടാണ് നമ്മൾ കലിയുഗം കണക്ക് കൂട്ടുന്നത്. കലിവർഷം ഇത്ര ദിവസമായി എന്ന് നാരായണീയത്തിൽ കൃത്യമായ ആ പുസ്തകം എഴുതി തരുന്ന കലി ദിവസം മേൽപ്പത്തൂർ എഴുതി വച്ചിട്ടുണ്ട്. പഴയ കാലത്തെ ഗ്രന്ഥങ്ങളിലെല്ലാം അങ്ങനെയാണ്. കലിദിനം എന്നാണ് അത് എഴുതി തുടങ്ങിയതെന്നോ അല്ലെങ്കിൽ എന്നാണ് അത് എഴുതി പൂർത്തിയാക്കിയതെന്നോ കൃത്യമായി പറഞ്ഞു വയ്ക്കും. ഇന്നും ജ്യോത്സ്യന്മാർ കൃത്യമായി കലിദിന സംഖ്യ അവരുടെ പഞ്ചാംഗങ്ങളിൽ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എപ്പോൾ സമാധിയാകുന്നോ അപ്പോൾ കലി പ്രവേശിക്കും. കലി ആരംഭിച്ചു കഴിഞ്ഞു. ഭഗവാൻ ഉള്ളപ്പോൾ കലിയില്ല. ഭഗവാൻ ഉള്ളപ്പോൾ ധർമ്മം മാത്രം. കലി എന്ന് പറഞ്ഞാൽ കലഹം, കലഹം, യുദ്ധം, കോലാഹലം. ഭഗവാൻ വിട്ടുകഴിഞ്ഞാലോ കലഹമായി. അത് ഏതൊരു നഗരത്തിൽ നിന്നിട്ടായാലും ഭഗവാൻ വിട്ടുകഴിഞ്ഞാൽ അവിടെ കലഹമായി. ലോകചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ രാജ്യങ്ങളിലും നഗരങ്ങളിലൊക്കെ എത്രയോ യുദ്ധങ്ങൾ, കോലാഹലങ്ങൾ. അവിടെ ഭഗവത് സാന്നിധ്യം അവിടെയുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ, ഭൂരിപക്ഷത്തിൻ്റെ ഹൃദയത്തിൽ ഇല്ല. അപ്പോൾ പിന്നെ കലഹായി. നമ്മുടെ മനസ്സിൽ നിന്ന് ഭഗവാൻ പോയാലോ
നമ്മുടെ മനസ്സിൽ ഭഗവാനെ പ്രത്യക്ഷമായി കാണാൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്നത്, രാവിലെ ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് വന്ന് ഭഗവാനെ ദർശിക്കുന്നത്. ഭഗവാനെ ദർശിക്കേണ്ട ക്രമമെല്ലാം മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും അമ്മാവന്മാരും എല്ലാ പേരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രകാരത്തിൽ ഭഗവത് ദർശനം, ഇവിടെയുള്ള ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങൾ, വീട്ടിലെ അനുഷ്ഠാനങ്ങൾ, വിശേഷ ദിവസങ്ങളിലെ അനുഷ്ഠാനങ്ങൾ, ഇത് ഓരോന്നും ചെയ്യുന്നത് ഹൃദയത്തിൽ ഭഗവാന് പ്രതിഷ്ഠിക്കാനാണ്. ഉള്ളിൽ ഭഗവാനുണ്ട്. ആ ഭഗവാൻ ഉള്ളിലുണ്ട് എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്നില്ല, അനുഭവിച്ചറിയണം. ഉണ്ട് എന്നുള്ള ഉറപ്പെങ്കിലും വേണം. അതുണ്ടെങ്കിൽ മനസ്സ് ശാന്തമാകും. തമോ ഗുണവും രജോ ഗുണവും മനസ്സിൽ കീഴ്പ്പെട്ട് നിൽക്കും, സാത്വിക ഗുണം വർദ്ധിച്ചു വരും. അപ്പോൾ പിന്നെ മനസ്സിൽ കലഹം ഉണ്ടാവില്ല. ലോകയുദ്ധങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് മനുഷ്യ മനസ്സിൽ നിന്നിട്ടാണ്. രാവണനാണ് ലങ്കയിലെ ആ യുദ്ധം ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ ദുര്യോധനാണ് കുരുക്ഷേത്രത്തിലെ ആ യുദ്ധം ഉണ്ടാക്കിയത്. ചരിത്രം മറിച്ചു നോക്കിക്കൊള്ളൂ. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഇന്ന് കാണുന്ന യുദ്ധങ്ങളും എല്ലാം മനുഷ്യ മനസ്സിൽ നിന്നുണ്ടായതാണ്, വെളിയിൽ നിന്നെങ്ങുമില്ല. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി? ആ ആളുകളുടെ മനസ്സ് നോക്കിയാൽ അറിയാം, അവിടെ ഭഗവാന് സ്ഥാനമില്ല. എൻ്റെ പണം, എൻ്റെ പ്രതാപം, എൻ്റെ പ്രസിദ്ധി, ഇതിൽ മാത്രം ചിന്ത വരുമ്പോഴേക്കും കലഹം. അതാണ് ഞാൻ വിട്ടുകഴിഞ്ഞാൽ, ഭഗവത് ചിന്ത മനസ്സിൽ നിന്ന് പോയാൽ കലഹം. അതുണ്ടാക്കുന്നത് എല്ലാവർക്കും ദുഃഖവും ദുരിതവുമാണ്. അതുകൊണ്ട് പിന്നെ നീ ഇവിടെ, ഞാൻ ഈ ദ്വാരക വിട്ടുകഴിഞ്ഞാൽ നോക്കണം, ചരിത്രപരമായ അർത്ഥം, ആനുകാലികമായ അർത്ഥം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സംബന്ധിയായ അർത്ഥം, രാജ്യങ്ങളുടെ തലത്തിലുള്ള അർത്ഥം, ഈ ഓരോ രാജ്യത്തിലെയും ക്രമീകരണം എങ്ങനെ വേണം, ഭഗവത് സങ്കല്പത്തെ ആസ്പദമാക്കി വേണം എന്നുള്ളതായ യാഥാർത്ഥ്യത്തിൻ്റെ അർത്ഥമണ്ഡലം എല്ലാം ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഞാൻ ഈ ലോകത്തെ വിട്ടുകഴിഞ്ഞാലുണ്ടല്ലോ, ജനങ്ങൾ അധർമ്മരുചികളാണ്, അധർമ്മം പ്രവർത്തിക്കാൻ തൽപരരാണ്. അവരുടെ മനസ്സിൽ നിന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ, അവരെന്നെ അവിടെ നിന്നിട്ട് മറന്നു കളഞ്ഞാൽ കലഹമായിരിക്കും, കലിയുഗം പ്രവേശിക്കും. പിന്നെ കലഹവും യുദ്ധവും ഒക്കെയാണ്. അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കരുത്, നീ ഇവിടെ നിന്നിട്ട് പോകണം. ത്വന്തു സർവം പരിത്യജ്യ സ്നേഹം സ്വജന ബന്ധുഷു. നീ എന്തിനാ എൻ്റെ മുമ്പ് നിന്ന് കരയണ്? ഇതൊക്കെ എൻ്റെ ആളുകളാണ്, യാദവന്മാരാണ്, എൻ്റെ ബന്ധുക്കളാണ്, എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ അനുജൻ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മക്കൾ, എൻ്റെ അനന്തരവര് ഒക്കെയാണ് ഇവരെല്ലാം. എനിക്ക് ബന്ധുക്കളല്ലാതായിട്ട് ആരുമില്ല. അവരിങ്ങനെ ഒരു വിപത്തിലാണ്. അല്ലയോ ഭഗവാനെ, അവരെ നീ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ നീ കരയുന്നത്. അവർക്കൊരു വിപത്തും സംഭവിക്കുന്നില്ല. അവരുടെ കർമ്മമനുസരിച്ച് വേണ്ടുന്ന കോലാഹലങ്ങൾ കാണിക്കുന്നു. കർമ്മത്തിൻ്റെ ഫലം അവരനുഭവിച്ചേ പറ്റി. അത് അനുഭവിച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് ബുദ്ധിയോഗം ഉണ്ടാവും. അത് അനുഭവിച്ച് കഴിയാതെ ബുദ്ധിയോഗം ഉണ്ടാവില്ല. അതുകൊണ്ട് അവരുടെ കർമ്മഗതി അനുസരിച്ച് അതങ്ങനെ നടന്നുകൊള്ളും. ഇത് എൻ്റെ ബന്ധുവാണ് എന്നൊക്കെ വിചാരിച്ച് അവരിൽ നീ ചെന്ന് നിന്റെ സ്നേഹബന്ധത്തെ ഉറപ്പിക്കുന്നു. അവരാരും നിന്നെ പിടിച്ചു കെട്ടിയിട്ടില്ല. നമ്മളെ ഈ ലോകത്ത് ആരും പിടിച്ചു കെട്ടിയിട്ടില്ല. നമ്മളെ പിടിച്ചു കെട്ടാൻ ലോകത്തിൽ ആർക്കും സാധ്യവുമല്ല. ആനയെ പിന്നെയും പിടിച്ചു കെട്ടാം, നമ്മളെ പിടിച്ചു കെട്ടാൻ ആർക്കും പറ്റൂല. ഒരു ചക്രവർത്തിക്കും പറ്റൂല. വേണമെങ്കിൽ ഈ ശരീരത്തെ പിടിച്ചു കെട്ടിയിടാം, അത് സാധിക്കും. പക്ഷേ അവിടെ ആ കാരാഗ്രഹത്തിനകത്തിരുന്നു കൊണ്ട് ഈശ്വരനെ കാണും. അരവിന്ദ ഘോഷിനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തിന് അരവിന്ദ ഘോഷിനെ ജയിലിലിട്ടു. എന്തിന്? സമസ്തിപൂർ ബോംബ് കേസിൽ അദ്ദേഹത്തെ ജയിലിലിട്ടു. അദ്ദേഹം ആ ബോംബ് കേസിൽ കുറ്റക്കാരനേ അല്ല. പക്ഷേ അരവിന്ദ ഘോഷിനെ പിടിച്ച് ജയിലിലിട്ടു. ICS കാരനാണ്, അദ്ദേഹത്തെ ജയിലിലിട്ടു. ഭഗവാൻ അരവിന്ദ ഘോഷിൻ്റെ മുമ്പിൽ ഒരു രാത്രിയിൽ ആ ജയിലറയ്ക്കുള്ളിൽ വന്നു. ഭഗവാന് ഒന്നുമല്ല, എല്ലാറ്റിൻ്റെയും ഉള്ളിലിരിക്കുന്നയാളാണ് അദ്ദേഹം. അദ്ദേഹം പ്രത്യക്ഷാനുഭവം കൊടുത്തു. ഞാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഞാൻ ഇവിടെ നിന്ന് നിന്നെ കൊണ്ടുപോകും, നിന്നെ പഠിപ്പിക്കാൻ, വേദാന്ത ശാസ്ത്രവും യോഗശാസ്ത്രവും പഠിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. നീ നിനക്ക് വേണ്ടി വാദിക്കാൻ പോലും ആരെയും കണ്ടെത്തണ്ട, നിനക്ക് വേണ്ടുന്ന വക്കീലിനെ ഞാൻ അയക്കും, എല്ലാം ഭഗവാൻ അവിടെ പറഞ്ഞു. അതാണ് അവിടെ ആ ജയിലറയ്ക്ക് ഉള്ളിലിരുന്നു കൊണ്ട് യോഗസാധന ശീലിക്കുകയാണ് അരവിന്ദ ഘോഷ്. ബ്രിട്ടീഷുകാരുടെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് അരവിന്ദ ഘോഷിൻ്റെ ശരീരത്തെ കുറേ കാലം ജയിലിലിടാൻ പറ്റി. പക്ഷേ അരവിന്ദ ഘോഷിനെ ജയിലിലിടാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ അരവിന്ദ ഘോഷ് കുറ്റം ചെയ്തിട്ടുള്ള ആളല്ല എന്ന് തെളിയിച്ച് ഭഗവാൻ തന്നെ കൊണ്ടുപോയി. അതിനുള്ള വക്കീലിനെ അറിയിച്ചു, ദേശബന്ധു ചിത്തരഞ്ജൻ ദാസൻ. അവിടെ നിന്നിട്ട് ഭഗവാൻ കൊണ്ടുപോയി. അങ്ങനെ ആ അരവിന്ദ ഘോഷ്, അരവിന്ദ മഹർഷി നമുക്ക് ഏറ്റവും പരിചിതനാണ്. അതാണ്, രാജാക്കന്മാർക്ക് ശരീരത്തെ ബന്ധിക്കാൻ കഴിയും ഒരളവ് വരെ, പക്ഷേ നമ്മുടെ മനസ്സിനെ, ബോധമണ്ഡലത്തിലെ ആത്മശക്തിയെ ആർക്കും ബന്ധിക്കാൻ കഴിയില്ല. നമ്മെ ആർക്കും ബന്ധിക്കാൻ കഴിയില്ല.
അതുകൊണ്ട് നീയാണ് ചെന്ന് അതെൻ്റെ ബന്ധുവാണെന്നും പറഞ്ഞ് സ്വയം ബദ്ധനായിത്തീരുന്നത്. നിന്നെ കെട്ടാനുള്ള ആനച്ചങ്ങല നീയാണ് ഉണ്ടാക്കുന്നത്. അത് നീ കളഞ്ഞേക്ക്. നിന്റെ ബന്ധുവാണ് എന്നൊന്നും നീ വിചാരിച്ച് നടക്കണ്ട. നീ എന്തു വേണം? ത്വന്തു സർവം പരിത്യജ്യ, ഇത് മുഴുവൻ നീ ഉപേക്ഷിക്കണം. ഏത്? എൻ്റെ ബന്ധുവാണ്, എൻ്റെ സ്നേഹിതനാണ് എന്നൊക്കെയുള്ള തെറ്റായ നിന്റെ ധാരണകളെ നീ പൂർണ്ണമായി ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം? മയ്യാവേശ്യ മനസ്സമ്യക്, നീ നിന്റെ മനസ്സിനെ എന്നിൽ ശരിയാവണ്ണം ഉറപ്പിച്ചു വയ്ക്കണം. ലോകത്തിന് മുഴുവൻ ഏക ആധാരമായിരിക്കുന്ന എന്നിൽ അല്ലയോ ഉദ്ധവ, നീ നിന്റെ മനസ്സിനെ ഉറപ്പിച്ചു വെക്കണം. നീ ഓരോ നിമിഷവും എന്നെ തന്നെ ചിന്തിക്കണം. നിനക്ക് നല്ല പരിചയമുണ്ടല്ലോ എന്നെ. ഞാൻ എങ്ങനെയാണെന്ന് നിനക്കറിയാലോ. നീ അറിയുന്ന പോലെ വേറെ ആരും അറിയുന്നില്ലല്ലോ. നീ ഓരോ നിമിഷവും എന്നെ കുറിച്ച് തന്നെ ചിന്തിക്കുക. എൻ്റെ ആളുകളെന്നുള്ള സങ്കല്പത്തെയും ആ ആളുകളെയും ഒക്കെ നീ പൂർണ്ണമായും വിട്ടേക്കുക. അവരാരും നിൻ്റെ ആളുകളല്ല. യഥാർത്ഥത്തിൽ എല്ലാം ഭഗവാനാണ്. നമ്മുടെ മനസ്സിനെ ഭഗവാന്റെ പാദത്തിൽ ഉറപ്പിച്ചാൽ സകല മനുഷ്യരും ഭഗവാനാണ്, സകല മൃഗങ്ങളും ഭഗവാനാണ്, പക്ഷികളും വൃക്ഷങ്ങളും പുല്ലും പുഴുവും എല്ലാം ഭഗവാനാണ്. അതാണ് എഴുത്തച്ഛൻ നമ്മെ പാടിക്കേൾപ്പിച്ചത്. ഇവിടെ നിന്ന് അധികം ദൂരെയല്ല തിരുവൂര്. അവിടെ ഇരുന്ന് അദ്ദേഹം പാടിക്കേൾപ്പിച്ചത്. നമ്മുടെ കാരണവന്മാരും മുത്തശ്ശിമാരും എല്ലാം ഹരിനാമകീർത്തനം എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ഞാനെന്ന ഭാവം അല്ലയോ ഭഗവാനെ തോന്നരുത്, ഞാനെന്ന് തോന്നരുത്. അഥവാ ഞാനെന്ന് തോന്നിപ്പോയാൽ അഖിലം ഞാനിതെന്ന വഴി തോന്നണം, ഇത് മൊത്തം ഞാൻ തന്നെയാണ് എന്ന് തോന്നണം. അതാണ് എപ്പോഴാണോ ഈ വ്യക്തി എൻ്റെ ആളാണ്, ഈ വ്യക്തി എൻ്റെയാണ് എന്നിങ്ങനെ ചില വ്യക്തികളിൽ സ്നേഹബന്ധം വെക്കുന്നത്, അപ്പോൾ നമ്മൾ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലം ദുഃഖമാണ്. ഒന്നുകിൽ ഇതെല്ലാം ഭഗവാനാണെന്ന് ഉറപ്പിക്കണം, അതല്ലെങ്കിൽ ഇത് മൊത്തം ഞാനാണെന്ന് ഉറപ്പിക്കണം. മൊത്തം ഞാനാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാലോ എല്ലാം ഭഗവാനാണ്, ഞാൻ ഉൾപ്പെടെ സർവവും ഭഗവാനാണ് എന്നുള്ള ആ അനുഭവത്തിലേക്ക് ക്രമേണ എത്തിക്കൊള്ളും. അതുകൊണ്ട് ഈ ശരീരത്തെ ആസ്പദമാക്കി ഈ ശരീരം ഇന്ന വ്യക്തി, അദ്ദേഹം എനിക്ക് ഇന്ന പ്രകാരത്തിൽ ബന്ധപ്പെട്ടയാളാണ് എന്നുള്ള ചിന്തകളൊക്കെ കളയുക. ഈ ശരീരമൊന്നുമല്ല ഒരു മനുഷ്യനും, ഒരു മൃഗവും ഒരു പക്ഷിയും പുല്ലും പുഴുവും ഒന്നും ഈ ശരീരമല്ല. പിന്നെയോ ഈ ശരീരത്തിൻ്റെ ഉള്ളിലും പുറമേയും നിറഞ്ഞു നിന്നുകൊണ്ട് ഇതിനെ ഉണ്ടാക്കി നിലനിർത്തി പ്രവർത്തിപ്പിക്കുന്നതായ നിർഗുണ നിരാകാര ബ്രഹ്മമാണ് എല്ലാവരും. ഈ വസ്തുത നീ അനുഭവിച്ചറിയണം. അതിനു വേണ്ടിയിട്ട് പറയാണ്, ഈ ശരീരങ്ങളോടുള്ളതായ സ്നേഹബന്ധങ്ങളെ മുഴുവൻ നീ ഉപേക്ഷിച്ചേക്കുക. ത്വന്തു സർവം പരിത്യജ്യ സ്നേഹം സ്വജന ബന്ധുഷു, സ്വജനങ്ങളിലും ബന്ധുക്കളിലൊക്കെ ഉള്ളത് സ്നേഹം കളഞ്ഞിട്ട് മയ്യ ആവേശ്യ മനസ്സമ്യക്, സമ്യക് വളരെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട രീതിയിൽ നിന്റെ മനസ്സിനെ എന്നിൽ ഉറപ്പിക്കണം. എങ്ങനെയാ നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിക്കേണ്ടത് എന്ന് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ മഹാഗ്രന്ഥങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. രാമായണവും ഭാരതവും ഭാഗവതവും എല്ലാം നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് ഭഗവാനിൽ ഉറപ്പിക്കേണ്ടതെന്ന് അനേകം ഭക്തന്മാരുടെ കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തത്വവിചിന്തനത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പ്രകാരത്തിൽ നിന്റെ മനസ്സിനെ നീ എന്നിൽ ഉറപ്പിക്കണം. എല്ലാ മനുഷ്യരെയും നീ ഞാനായി കാണൂ. ഒരൊറ്റ മനുഷ്യനെയും എന്നിൽ നിന്നിട്ട് അന്യനായി നീ കാണേണ്ട കാര്യമില്ല. എല്ലാ മനുഷ്യനെയും നീ ഞാനായി കാണൂ. എല്ലാ മനുഷ്യനെയും നീ പരമാത്മ സ്വരൂപമായി കാണൂ. എല്ലാ മനുഷ്യനെയും കൃഷ്ണനായി കാണണം. ദേവകി നന്ദനെ മാത്രം കൃഷ്ണനായി കണ്ടാൽ പോരാ. എല്ലാ മനുഷ്യരും കൃഷ്ണനാണ്, എല്ലാ മൃഗങ്ങളും കൃഷ്ണനാണ്, എല്ലാ പക്ഷികളും കൃഷ്ണനാണ്. എല്ലാവരെയും ഈ രൂപത്തിൽ ആദ്യം കണ്ടു തുടങ്ങൂ. എല്ലാവരെയും കൃഷ്ണനായി കാണൂ. അപ്പോൾ എല്ലാവരും ഓരോരുത്തരും കൃഷ്ണനായി കാണുമ്പോൾ, എല്ലാവരിലും ഒരേ രൂപം കാണുമ്പോൾ രൂപമില്ലായ്മയിലേക്ക് ചെല്ലും. സഗുണത്തിൽ നിന്ന് സാകാരത്തിൽ നിന്ന് നിരാകാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗമാണ്. ഓരോ വ്യക്തിയിലുള്ള പ്രത്യേക സ്നേഹം പരിത്യജിച്ചിട്ട് ആ വ്യക്തി മുഴുവൻ കൃഷ്ണനായി കാണുക. കൃഷ്ണനായി കണ്ടു കഴിഞ്ഞാൽ കൃഷ്ണനിൽ എന്ത് ഭക്തിയുണ്ടോ അതേ ഭക്തി ഓരോ മനുഷ്യനോടും ഉണ്ടാകും. ആരെയും വെറുക്കൂല. അതേ ഭക്തി എല്ലാവരിലും ഉണ്ടാകും. ഉപനിഷത്ത് നമ്മോട് വിളിച്ചു പറയുന്നത് ഇതാണ്. ആരാണോ തൻ്റെ ആത്മാവിനെ എല്ലാവരിലും കാണുന്നത്, ആരാണോ എല്ലാവരെയും തൻ്റെ ആത്മാവിൽ കാണുന്നത്, തതോന വിജുഗുപ്സതേ ഈശാവാസ്യം, പിന്നെ ഒന്നിനെയും വെറുക്കാനിട വരുന്നില്ല.
എല്ലാവരെയും കൃഷ്ണനായി കാണൂ. ഇതാണ് ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവരെയും കൃഷ്ണനായി കണ്ടു കഴിഞ്ഞാൽ മണൽത്തരിയും മഹാപർവ്വതവും സൂര്യചന്ദ്ര നക്ഷത്രാദികളുമൊക്കെ കൃഷ്ണനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരേ രൂപം, ആ ഒരേ രൂപമില്ലായ്മയിലേക്ക് അങ്ങ് ലയിക്കും. അങ്ങനെ നിർഗുണത്തിലേക്ക്, നിരാകാരത്തിലേക്ക് വരും. നോക്കിക്കോണം എങ്ങനെയാണ് അദ്ദേഹം പടിപടിയായിട്ട് ഉദ്ധവനെ കൊണ്ടുപോകുന്നത് എന്ന്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ നീ എന്ത് ചെയ്യണം? നീ പലത് കാണുന്നു, ആ സ്നേഹബന്ധങ്ങളൊക്കെ വിട്ടേക്കുക. എന്നിട്ട് മനസ്സ് എന്നിൽ ഉറപ്പിക്കുക. എല്ലാത്തിലും എന്നെ കണ്ടുകൊണ്ട് സമദൃക്ക്, തുല്യമായ കാഴ്ചപ്പാടോടു കൂടിയിട്ട്, ഒന്നിനോടും പ്രത്യേക സ്നേഹമില്ല, ഒന്നിനോടും വിരോധമില്ല, ഒന്നിനോടും അടുപ്പമില്ല, ഒന്നിനോടും അകൽച്ചയുമില്ല. അങ്ങനെ തുല്യത ബുദ്ധിയോടു കൂടിയിട്ട്, തുല്യമായ ഭാവനയോടു കൂടിയിട്ട് വിചരസ്വഗാം, നീ ഈ ഭൂമി മുഴുവൻ സഞ്ചരിക്കണം. ഭൂമിയിലെങ്ങും നീ ഉറച്ചു നിൽക്കരുത്. ഈ ദ്വാരകയിൽ നീ വസിക്കരുത്. ഇവിടെ നിന്നിട്ട് പോകണം. ലോകം മുഴുവൻ നീ സഞ്ചരിക്കണം. എല്ലാത്തിലും എന്നെ കണ്ടുകൊണ്ട്, തുല്യമായ സ്നേഹബന്ധത്തോടുകൂടി എന്നെ കാണുന്ന പോലെ എല്ലാത്തിനെയും കണ്ടുകൊണ്ട് നീ സഞ്ചരിക്കണം. ഒരിടത്തും നീ 3 ദിവസത്തിൽ കൂടുതൽ തങ്ങിപ്പോകരുത്. അതാണ് സന്യാസിമാർ അധിക ദിവസം ഒരിടവും സഞ്ചരിക്കില്ല. അങ്ങനെ അധിക ദിവസം ഒരിടവും താമസിക്കില്ല. അങ്ങനെ താമസിക്കുകയാണെങ്കിൽ സ്വന്തം ആശ്രമത്തിൽ മാത്രമായിരിക്കും. അതല്ലാതെ അധിക ദിവസം ഒരിടവും താമസിക്കില്ല. എല്ലായിടവും പോകും വേണ്ടുന്ന ക്രമം അനുസരിച്ചിട്ട്. എന്നിട്ട് അവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഉടനെ തന്നെ അവിടെ നിന്നിട്ട് പോകും. അങ്ങനെയാണ് സന്യാസിമാരുടെ രീതി. അങ്ങനെ ഈ ഭൂമി മുഴുവൻ, ലോകം മുഴുവൻ നീ സഞ്ചരിക്കണം. അപ്പോൾ ആരും നിനക്ക് പ്രത്യേക ബന്ധുവാവില്ല, ആരും നിനക്ക് പ്രത്യേക മിത്രമാവില്ല, ആരും നിനക്ക് ശത്രുവുമാവില്ല. എല്ലാവരും നിനക്ക് ക്രമേണ നിൻ്റെ പ്രിയപ്പെട്ട വാസുദേവകൃഷ്ണനായി മാറും. ആ വാസുദേവകൃഷ്ണൻ്റെ രൂപം നോക്ക്. ആ നീലിമ അനന്തതയാണ്. ആ മഞ്ഞപ്പട്ട് അത് അനന്തതയെ ചുറ്റി നിൽക്കുന്നതായ മൂലപ്രകൃതിയുടെ വർണ്ണമാണ്. ആ കയ്യിലിരിക്കുന്ന ഓടക്കുഴലുണ്ടല്ലോ, ആ ഓടക്കുഴൽ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ജീവിയുമാണ്, ഓരോ മനുഷ്യനുമാണ് ഓടക്കുഴൽ. 9 വാതിലുകളുള്ള ശരീരമാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത്. നമ്മുടെ ദ്വാരക 9 വാതിലുകളുണ്ട്. ആ 9 വാതിലുകളുള്ളതായ നമ്മുടെ ശരീരമാണ് ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ആ ഓടക്കുഴൽ. ആ ഓടക്കുഴലിൻ്റെ ഉള്ളിൽ പൊള്ളയാണ്. അതിനകത്ത് ഭഗവാന്റെ ശ്വാസം ഭഗവാൻ നിറയ്ക്കുന്നു. ആ ഓടക്കുഴലിനകത്ത് ഭഗവാന്റെ ശ്വാസം ഭഗവാൻ നിറയ്ക്കുന്നു. അപ്പോഴാണ് ആ ഓടക്കുഴൽ ചൈതന്യധന്യമാകുന്നത്. ഭാവകശ്വാസത്താൽ ചൈതന്യപൂർണം എൻ ജീവിത നിസ്സാരശൂന്യനാളം. ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹം അടുത്ത സ്ഥലത്ത് ജീവിച്ചിരുന്നയാളാണ്. അദ്ദേഹം ഓടക്കുഴൽ എന്നുള്ള കവിതയിൽ പാടും, മാനസമാതക ലോകൈക ഗായക ഗാനമായങ്ങനിൽ വർദ്ധിക്കുന്നു. മനസ്സിനെ എല്ലാം ആനന്ദിപ്പിക്കുന്ന ഈ ലോകത്തിലെ ഒരേ ഒരു പാട്ടുകാര അങ്ങ് ഗാനമായിട്ട് എൻ്റെ ഉള്ളിലിരിക്കുന്നു. നിൻ്റെ ശ്വാസം കൊണ്ട് എൻ്റെ ഈ ശരീരമാകുന്ന, എൻ്റെ മനസ്സാകുന്ന, എൻ്റെ ബുദ്ധിയാകുന്ന ശൂന്യമായിരിക്കുന്ന ഈ മുളന്തണ്ടുണ്ടല്ലോ, അത് ചൈതന്യധന്യമായി മാറും. നീയാണ് എൻ്റെ ഉള്ളിൽ ഞാനായിരിക്കുന്ന ചൈതന്യം. ഈ അനുഭവം നേടാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന നിർദ്ദേശം കൊടുത്ത് സമദൃക്കായി നീ ലോകം മുഴുവൻ സഞ്ചരിക്കുക എന്ന് ഉദ്ധവനോട് ഉപദേശിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഉദ്ധവ ഗീതയാണ്. ഇനി നോയിക്കോണം, ഇനി വേറൊരു ഗീതയുണ്ട്, ഭഗവത്ഗീത. ആ ഭഗവത്ഗീത നമുക്ക് വളരെയേറെ പരിചിതമാണ്. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ 1,00,000 ശ്ലോകങ്ങളുള്ളതാണ് മഹാഭാരതം. അതിലെ ഭീഷ്മപർവത്തിൽ വരുന്നതാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത ഉപദേശിക്കാനുണ്ടായ ഘട്ടമൊക്കെ നമുക്കറിയാം. മുന്നിൽ അണിനിരന്നു നിൽക്കുന്ന സൈന്യം മുഴുവൻ സ്വന്തം ഗുരുക്കന്മാർ, താൻ ആദരിക്കേണ്ട ആളുകൾ, തൻ്റെ സഹോദരങ്ങൾ, തൻ്റെ സഹോദരങ്ങളുടെ സന്താനങ്ങൾ ഒക്കെയാണ് മുന്നിൽ അണിനിരന്നു നിൽക്കുന്ന ബന്ധുക്കൾ, കൂട്ടുകാർ. തൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരോ അവരും അങ്ങനെ തന്നെ. അപ്പുറത്ത് 11 അക്ഷൗഹിണിയുണ്ട്, ഇപ്പുറത്ത് 7 അക്ഷൗഹിണിയുണ്ട്. എല്ലാം തനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ. ആര്? ആ മറുവശത്ത് നിൽക്കുന്നതിൽ പ്രധാനികൾ. അച്ഛനില്ലാതെ വളരേണ്ട ഗതികേട് വന്ന എന്നെ ഒരച്ഛൻ കൊടുക്കുന്ന സ്നേഹം മുഴുവൻ തന്ന് എന്നെ വളർത്തിയ എൻ്റെ മുത്തച്ഛൻ ഭീഷ്മൻ, അദ്ദേഹത്തിൻ്റെ നേരെയാ ഞാൻ അമ്പെയ്യേണ്ടത്. അദ്ദേഹത്തെ സംഹരിച്ചിട്ടേ വിജയം ഉണ്ടാവുള്ളൂ. കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. അർജുനൻ, കരയുന്ന അർജുനൻ,
ആ പടക്കളത്തിൻ്റെ നടുക്ക് തേരുകൊണ്ട് നിർത്താൻ പറഞ്ഞു. കൃഷ്ണൻ തേരുകൊണ്ട് നിർത്തി. അവിടെ നിന്ന് ഇതെല്ലാം കണ്ടിട്ട് കയ്യിൽ നിന്നിട്ട് ഗാണ്ഡീവമെല്ലാം വീണു. ദേഹം മുഴുവൻ തീയാളി കത്തുന്നത് പോലെ മനസ്സ് വിറയ്ക്കുന്നു. അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, അല്ലയോ കൃഷ്ണ, ഞാൻ എങ്ങനെ ഭീഷ്മപിതാമഹൻ്റെ നേരെ അമ്പയക്കും? എത്രയോ യുദ്ധം ജയിച്ചയാളാണ് അർജുനൻ. ദേവലോകത്ത് എന്ന് കാലകേയന്മാരെയും നിവാത കവചന്മാരെയുമെല്ലാം തകർത്ത് എറിഞ്ഞ് അവരുടെ അതിക്രമങ്ങളിൽ നിന്ന് ദേവലോകത്തെ മോചിപ്പിച്ചയാളാണ് അർജുനൻ. വനപർവ്വത്തിൽ നമ്മൾ കാണും ദേവലോക അഭിഗമനം. കൈലാസത്തെ എന്ന് ഭഗവാനെ തപസ് ചെയ്ത് പാശുപതം നേടിയിട്ട് ദക്ഷിണാമൂർത്തിയായിട്ട് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നു. പാശുപതം അദ്ദേഹത്തിൽ നേടിയിട്ട് അപ്പോഴേക്കും അവിടെ ദേവലോകത്ത് നിന്ന് ക്ഷണം വന്നു. ദേവലോകത്തേക്ക് പോയി ദേവലോകത്തെ അസുര അതിക്രമ വിനിർമുക്തമാക്കി. ദേവന്മാർക്ക്, ഇന്ദ്രാദികൾക്ക് പോലും കാലകേയന്മാരെയും അതേപോലെ നിവാത കവചകന്മാരെയും തകർക്കാനായില്ല. അവരെല്ലാം തകർത്ത് ദേവലോകത്തെ രക്ഷിച്ചിട്ടാണ് തിരിച്ച് സഹോദരങ്ങളുടെയും പത്നിയുടെയും സമീപത്തേക്ക് അദ്ദേഹം മടങ്ങി വരുന്നു, കാമ്യകവനത്തിലേക്ക്. ആ അർജുനനാണ്. അർജുനനെ ഈ ലോകത്തിൽ ആരുടെ മുന്നിൽ ഭയക്കണം? ആരുടെ മുന്നിലും ഭയക്കണ്ട. പക്ഷേ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ അപ്പൂപ്പൻ. അന്ന് ഞാൻ കൊച്ചുനാളിൽ ഈ മണ്ണിൽ ഓടിക്കളിച്ച് ദേഹം മുഴുവൻ ചെളിയും ഒക്കെ ആയിട്ട് അങ്ങനെ മണ്ണിൽ കിടന്ന് ഉരുളുമ്പോഴേക്കും എൻ്റെ അപ്പൂപ്പൻ വന്ന് എന്നെ എടുത്ത് മാറോടണച്ച് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ ഞാൻ ഈ മണ്ണും ചെളിയും ഒക്കെ വെച്ച് പുരട്ടും. അത് അദ്ദേഹത്തിന് ആനന്ദമായിരുന്നു. അങ്ങനെയുള്ള അപ്പൂപ്പൻ്റെ ശരീരത്തിലേക്ക്, മുത്തച്ഛൻ്റെ ശരീരത്തിലേക്ക് ഞാൻ എങ്ങനെ അമ്പയിക്കും? അതാണ് കഥം എങ്ങനെയാണ് പൂജാർഹന്മാരായിരിക്കുന്ന ഭീഷ്മനെയും പിന്നെ ആയുധം പ്രയോഗിക്കാൻ എന്നെ പഠിപ്പിച്ച, അമ്പും വില്ലും എൻ്റെ കയ്യിൽ പിടിപ്പിച്ച് തന്ന, എനിക്ക് ദിവ്യാസ്ത്രങ്ങൾ ബ്രഹ്മാസ്ത്രം ഉൾപ്പെടെയുള്ളതൊക്കെ തന്ന എൻ്റെ ദ്രോണാചാര്യൻ അർജുനന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ, നമ്മൾ പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും ആളിനെ പരിചയപ്പെടുത്തണം. പുതിയ സ്ഥലത്ത് മാത്രമല്ല, അന്നത്തെ ആചാരം അനുസരിച്ചിട്ട് സ്വന്തം കാരണവന്മാരുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാലും പരിചയപ്പെടുത്തണം. ഇന്നയാൾ ഇതാ വന്ന് നിൽക്കുന്നു. ധൃതരാഷ്ട്രൻ്റെ മുന്നിൽ വരുമ്പോൾ അർജുനൻ പരിചയപ്പെടുത്തും, യുധിഷ്ഠിരൻ പരിചയപ്പെടുത്തും. പാണ്ഡുവിൻ്റെ മകൻ ഇതാ യുധിഷ്ഠിരൻ, മഹാരാജാവേ അങ്ങയെ നമസ്കരിക്കുന്നു. ഗാന്ധാരിയുടെ മുന്നിൽ വരുമ്പോഴും യുധിഷ്ഠിരൻ ഇത് തന്നെ പറയും, പാണ്ഡുവിൻ്റെ പുത്രൻ യുധിഷ്ഠിരൻ അമ്മയെ നമസ്കരിക്കുന്നു, ഇങ്ങനെ പറയും. അത് ആചാരമാണ്. അർജുനൻ ചെന്നു കഴിഞ്ഞാലോ പാണ്ഡുവിൻ്റെ പുത്രനെ നല്ല പറയണ ദ്രോണൻ്റെ ശിഷ്യനെന്നാണ്. അതാണ് അർജുനന് ഏറ്റവും പ്രധാനം. അതാണ് അർജുനൻ ഏറ്റവും മുഖ്യമായിട്ട് കാണുന്നത്, ദ്രോണ ശിഷ്യൻ. അത് കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെ പറയും. ആ ദ്രോണൻ്റെ നേരെ ഞാൻ എങ്ങനെ അമ്പയിക്കും? ദ്രോണൻ ഒരു അവസരത്തിൽ അർജുനൻ്റെ വിദ്യാഭ്യാസം എല്ലാം പൂർണ്ണമായി അർജുനൻ ആ മിടുമിടുക്കനായി കഴിഞ്ഞപ്പോഴേക്കും ദ്രോണൻ അർജുനനോട് പറഞ്ഞു, നീ എനിക്ക് ഒരു വരം തരണം. ഗുരു ശിഷ്യനോട് ചോദിക്കുകയാണ്, ഒരു വരം തരണമെന്ന്. അർജുനൻ തന്നെ ഒന്ന് അമ്പരന്നു പോയി. അല്ലയോ മഹാഗുരു, അങ്ങ് ആജ്ഞാപിച്ചാലും ഞാൻ അതനുസരിച്ചിരിക്കും. നീ എനിക്ക് തരേണ്ട വരം ഇതാണ്, ആജ്ഞാപിച്ചാലും എന്ന് അർജുനൻ അങ്ങോട്ട്. ഗുരു പറഞ്ഞു, നീ എനിക്ക് നീ എനിക്ക് തരേണ്ട വരം ഇതാണ്. എന്നെങ്കിലും ഒരു ദിവസം എനിക്കെതിരെ നിനക്ക് യുദ്ധം ചെയ്യേണ്ട സന്ദർഭം വന്നാൽ നീ ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. നീ നിന്റെ മികവ് മുഴുവൻ കാണിച്ചിരിക്കണം. പടക്കളത്തിൽ വെച്ച് ഗുരുവാണ് എന്നുള്ള വിചാരിച്ചിട്ട് നീ ഒരിക്കലും തളർന്നു പോകരുത്. നിന്റെ മുഴുവൻ മിടുക്ക് നീ കാണിക്കണം. ദ്രോണൻ്റെ ശിഷ്യനാരെന്ന് നീ ലോകത്തെ കാണിക്കണം. ഇതാണ് ദ്രോണൻ ആവശ്യപ്പെട്ടത്. പക്ഷേ അർജുനൻ ഇപ്പോഴും പറ്റുന്നില്ല. അർജുനൻ പറഞ്ഞു, എങ്ങനെയാണ്? കഥം ഭീഷ്മം അഹം സംഘേ യുദ്ധത്തിൽ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി. ഇഷുക്കൾ കൊണ്ട്, അമ്പുകൾ കൊണ്ട് ഞാൻ ഇവരെ എങ്ങനെ തടയും? അവർ പൂജാർഹരാണ്, സാധ്യമല്ല. അങ്ങനെ കരയുന്ന ആ അർജുനനോട് ഭഗവാൻ പറഞ്ഞതെന്നറിയോ? അർജുന, നിനക്ക് ഇപ്പോഴെങ്കിലും ബുദ്ധി ഉദിച്ചല്ലോ എന്നല്ല പറഞ്ഞേ. ഭഗവാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഉദ്ധവനോട് പറഞ്ഞതെന്താ? നീ ഇനി ബന്ധുക്കളോടുള്ളതായ പ്രത്യേക സ്നേഹമെല്ലാം വിട്ടിട്ട് നീ ഇവിടെ നിന്ന് പോകണം. ഞാൻ ഇവിടെ നിന്നിട്ട് പോയി കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ കടൽ കയറിപ്പോവും. അതുകൊണ്ട് നീ ഇവിടെ താമസിക്കാൻ പാടില്ല. ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ഉദ്ധവൻ പോയി. അപ്പോൾ പോയി ഉദ്ധവൻ്റെ യാത്ര ഇതിനകത്ത് നമ്മൾ കേൾക്കും. 29-ാമത്തെ അധ്യായത്തിൽ, ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ. അങ്ങനെ നീ ഇവിടം വിട്ടു പോകണം. എന്നിട്ട് ബന്ധുക്കളോടുള്ള സ്നേഹമെല്ലാം കളയണം. നിനക്കിനി ഇവിടെ ഒന്നും ചെയ്യാനില്ല. ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നീ എൻ്റെ രൂപവും എൻ്റെ നാമവും സ്മരിച്ചുകൊണ്ട്
ലോകം മുഴുവൻ സഞ്ചരിക്കുക, എല്ലാവരെയും ഞാനായി കാണുക. ഒന്നിനോടും പ്രത്യേക സ്നേഹം വയ്ക്കേണ്ട, ഒന്നിനോടും വിരോധം പാടില്ല. അപ്പോഴേക്കും നീ എത്തേണ്ടടുത്ത് എത്തും, നിർഗുണ നിരാകാരത്തിലെത്തും. അർജുനനോട് അത് പറഞ്ഞില്ല. നിനക്ക് ബുദ്ധി ഉദിച്ചല്ലോ, നീ പറഞ്ഞത് നന്നായി. അർജുനൻ പറഞ്ഞതെന്നറിയോ? ഇവിടെ യുദ്ധം ചെയ്തതിനേക്കാളും ശ്രേയോ ഭോക്തും ഭക്ഷ്യമപീഹ ലോകേ. അല്ലയോ കൃഷ്ണ, നല്ലത് പിച്ചയെടുത്ത് ജീവിക്കലാണ്. ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം, കാട്ടിൽ പോയി പാർക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ പോയി പാർക്കാം, നല്ലൊരു പിച്ചച്ചട്ടിയും സംഘടിപ്പിച്ചിട്ട് അതുകൊണ്ട് ഞാൻ പിച്ചയെടുത്ത് ജീവിച്ചു കൊള്ളാം. ഇതാണ് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞത്. എന്നോട് യുദ്ധം ചെയ്യാൻ പറയല്ലേ. ഈ അർജുനനോട് ഭഗവാൻ പറഞ്ഞതെന്തെന്നറിയോ? അല്ലയോ അർജുന, ക്ലൈബ്യം ആസ്മഗമ പാർത്ഥ നൈതത്വയുപപദ്യതേ. അല്ലയോ അർജുന, നീ ഈ ക്ലീബതയെ കൈക്കൊള്ളരുത്. നീ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്നറിയോ? ക്ലീബതയാണ്. ഈ ലോകത്തെ രണ്ട് വിഭാഗങ്ങളാണുള്ളത്. ഒന്ന് പുരുഷൻ, വേറൊന്ന് സ്ത്രീ. ഈ സ്ത്രീയോ പുരുഷനോ അല്ലാത്ത വിഭാഗം, അതാണ് ക്ലീബം. നീ ഇത് ആണുങ്ങളുടെ സ്വഭാവമല്ല കാണിക്കണേ. ചെയ്യേണ്ടതായ കർത്തവ്യം ഭംഗിയായി ചെയ്യുന്നവനാണ് പുരുഷൻ. നീ സ്ത്രീകളുടെ സ്വഭാവമല്ല കാണിക്കുന്നേ. ചെയ്യേണ്ടതായ കർത്തവ്യം ഭംഗിയായി ചെയ്യുന്നവളാണ്, വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യുന്നവളാണ് സ്ത്രീ. അത് വീട്ടിലായാലും അടുക്കളയിലായാലും അതേപോലെ തന്നെ രാഷ്ട്രഭരണത്തിലായാലും. കുതിരയുടെ കടിഞ്ഞാണ് കടിച്ചു പിടിച്ചിട്ട് രണ്ട് കൈയിലും വാളെടുത്ത് ബ്രിട്ടീഷുകാരുടെ തീ തുപ്പുന്ന തോക്കുകൾക്ക് നേരെ പാഞ്ഞു കയറി യുദ്ധം ചെയ്ത ഝാൻസിയിലെ റാണി 29 വയസ്സേ ഉള്ളൂ. അവിടെ മരിച്ചു വീണു. പക്ഷേ ആ റാണിയുടെ സങ്കല്പം, ആ റാണിയുടെ വീരത റാണിയുടെ മക്കളായ നമ്മൾ തെളിയിച്ചു. അങ്ങനെ നാം സ്വതന്ത്രരായി. അതാണ് ഭാരതത്തിലെ സ്ത്രീത്വം. അതാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും വീരന്മാരാണ്. നീ ഇവർക്ക് രണ്ടു കൂട്ടരും ചേരാത്ത ക്ലീബന്മാരുടെ സ്വഭാവം, ചെയ്യേണ്ട കർത്തവ്യത്തിൽ നിന്നിട്ട് ഒളിച്ചോടാനുള്ള സ്വഭാവം, അത് നീ കാണിക്കുകയാണ്. നീ ഈ ക്ലൈബ്യത്തെ, ക്ലീബതയെ, ആണും പെണ്ണും അല്ലാത്തതായ ഈ സ്വഭാവത്തെ ഒരിക്കലും സ്വീകരിക്കരുത്. ക്ലൈബ്യം മാസ്മകമപ്പാർത്ഥ, നീ ആ സ്വഭാവത്തെ സ്വീകരിക്കരുത്. ഏതത് ത്വയ് ഉപപദ്യതേ, ഇത് നിനക്കൊരിക്കലും യോജിച്ചതല്ല. ഇതാണ് ഭഗവാൻ പറഞ്ഞു. ഉദ്ധവനോട് പറഞ്ഞതിന് നേരെ വിപരീതം ഇവിടെ പറയണേ. ഉദ്ധവനോട് അങ്ങനെ പറയുന്നതിനും വളരെ മുമ്പാണ് ഈ സംഭാഷണം. പടക്കളത്തിൽ ഭാഗവത്തിൽ മഹാഭാരത യുദ്ധത്തിൻ്റെ കാര്യം ചുരുക്കത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് നമ്മൾ വായിച്ച് കേട്ടതാണ്. ദശമസ്കന്ധത്തിൽ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത ഉത്തിഷ്ഠ പരന്തപ. അർജുനനെ വിളിച്ചതെന്തെന്നറിയോ? പരന്തപ എന്നാണ്. ശത്രുക്കളെയെല്ലാം നശിപ്പിക്കുന്നവനെ, നീ നിന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നതായ ക്ഷുദ്രമായ ദൗർബല്യം ഉണ്ടല്ലോ, ക്ഷുദ്രം, നിസ്സാരം, ഒരിക്കലും യോജിക്കാത്തത്, അങ്ങനെയുള്ളതായ ഈ ദൗർബല്യത്തെ ത്യക്ത്വ, ഉപേക്ഷിച്ചിട്ട് ഉത്തിഷ്ഠ, എണീൽക്കൂ. എന്തിനു വേണ്ടിയിട്ട്? യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട്. നീ ആ സ്വഭാവത്തോടു കൂടിയവനാണ്, പരന്തവനാണ് നീ. ഭഗവാൻ അവിടെ അർജുനനെ ഭഗവത്ഗീതയിൽ ഓരോരോ സന്ദർഭത്തിൽ ഓരോരോ പേരുകൾ കൊണ്ട് വിളിക്കും. ആ പേരിനെല്ലാം വളരെ പ്രസക്തിയുണ്ട്. നീ നിസ്സാരനല്ല, നീ പരന്തവനാണ്. ഈ മുന്നിൽ നിൽക്കുന്നവരുണ്ടല്ലോ, ഭീഷ്മനും ദ്രോണനും കൃപനും ശല്യനും അശ്വത്ഥാമാവും, ഇവരെല്ലാം ശത്രുക്കളാണ് ഇപ്പോൾ ഈ പടക്കളത്തിൽ. പഴയ ബന്ധങ്ങൾ പലതുണ്ട്. ആ ബന്ധങ്ങൾ ഈ പടക്കളത്തിന് വെളിയിൽ. ഇവിടെ അതില്ല. ഇവിടെ ഇവരെല്ലാം ശത്രുക്കൾ. അവർ യുദ്ധത്തിന് വന്നിരിക്കുന്നു. നീയും യുദ്ധത്തിന് വന്നതാണ്. നീ പരന്മാരെ തപിപ്പിക്കുന്നവനാണ്, ശത്രുക്കളെ മുഴുവൻ ചുട്ട് പൊട്ടിക്കുന്നവനാണ്. ഈ ശത്രുക്കളെ, ഭീഷ്മദ്രോണാദികളെ നീ തകർത്തെറിയണം. അതാണ് നിന്റെ ചുമതല. ഇവിടെ നിന്നിട്ട് നീ ഒളിച്ചോടരുത് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് കർമ്മം ചെയ്യുവാനുള്ള ആഹ്വാനം അർജുനന് കൊടുക്കുകയാണ്. എന്നിട്ട് അർജുനനോട് പറയുന്നു, അർജുന, ഈ ലോകത്തിൽ ഏതൊരു ജീവിയും വന്നു കഴിഞ്ഞാൽ കർമ്മം ചെയ്തേ പറ്റൂ. ഓരോ നിമിഷവും കർമ്മം ചെയ്തേ പറ്റൂ. കർമ്മത്തിൽ നിന്ന് മോചിക്കാൻ ആർക്കും സാധ്യമേ അല്ല. അത് ശാരീരികമായ കർമ്മങ്ങളുണ്ട്, മാനസികമായ കർമ്മങ്ങളുണ്ട്, പ്രാണതലത്തിലുള്ള കർമ്മങ്ങളുണ്ട്, ഭൗതികമായ കർമ്മങ്ങളുണ്ട്. ഈ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ മുഴുവൻ ചെയ്തേ പറ്റൂ. അതിൽ നിന്ന് ഒളിച്ചോടരുത്. ഇവിടെ യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നീ അമ്പും വില്ലും എറിഞ്ഞിട്ട് കാട്ടിച്ചെന്നിരുന്നാൽ നിന്റെ സ്വഭാവത്തിന് വല്ല മാറ്റവും വരുമോ? 5-6 ദിവസം നീ അങ്ങനെ ഇതൊക്കെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോഴോ
നീ ഗാന്ധിവേലൂടെ കളഞ്ഞിട്ട് പോയി, നീ അവിടെ നല്ലൊരു മരത്തിൻ്റെ തടി നോക്കിയിട്ട് എടുത്തിട്ട് അതിന് ചെത്തിമിരിക്ക് നല്ലൊരു വില്ലുണ്ടാക്കി അതിലൊരു ഞാണും വലിച്ചു കെട്ടി നല്ല കമ്പുകൾ ചെത്തി എടുത്തിട്ട് അമ്പുകൾ ഉണ്ടാക്കി നീ അവിടെ കാട്ടുമൃഗങ്ങളുടെ നേരെ ചെയ്യാൻ തുടങ്ങും. കാരണം നിൻ്റെ അടിസ്ഥാന സ്വഭാവം അതാണ്. നീ യോദ്ധാവാണ്. നീ യോദ്ധാവായിരിക്കവേ നീ വലിയൊരു നേട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വലിയൊരു ഗുണം നേടി വെച്ചിട്ടുണ്ട്. ധർമ്മത്തിന് വേണ്ടിയേ നീ യുദ്ധം ചെയ്യൂ എന്ന് നേടി വെച്ചിട്ടുണ്ട്. ഇതുവരെ നീ അധർമ്മപക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്തിട്ടില്ല. ദുര്യോധനാദികളും യോദ്ധാക്കളാണ്, പക്ഷെ അവർ അധർമ്മപക്ഷത്ത് നിന്ന് അധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അത് പാടില്ലാത്തതാണ്, അതാണ് പാടില്ലാത്തത്. എന്നാൽ ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളത് നിവാതകവചന്മാരെയും കാലകേയന്മാരെയൊക്കെ സംഹരിച്ചത് അത് ധർമ്മമാണ്, യോദ്ധാവ് ചെയ്യേണ്ട ധർമ്മമാണ്. നിന്റെ അടിസ്ഥാന സ്വഭാവം അതാണ്. നീ ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്. ഇപ്പോൾ യുദ്ധം ചെയ്യാൻ വയ്യെന്ന് പറഞ്ഞ് നീ കളഞ്ഞിട്ട് പോയാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ 5-6 ദിവസം കഴിയുമ്പോൾ നിന്റെ സ്വഭാവം പ്രവർത്തിക്കും. സ്വഭാവത്തിൽ നിന്നിട്ട് ആരും വിമുക്തനല്ല. നീ ഇതേ പണി അവിടെ തുടങ്ങും. അവിടെ നിനക്കാരും ബന്ധുക്കളില്ലല്ലോ എന്നുള്ളതായൊരു ധൈര്യം തോന്നും. യുദ്ധത്തിൻ്റെ കാര്യത്തിൽ, ധർമ്മയുദ്ധത്തിൻ്റെ കാര്യത്തിൽ ബന്ധുവുമില്ല, യാതൊരു സ്നേഹ വിചാരങ്ങളുമില്ല. അവിടെ ധർമ്മം ചെയ്യിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് വിപരീതമായി ആര് വന്നു കഴിഞ്ഞാലും അവിടെ നോട്ടമില്ല, യുദ്ധം മാത്രമേ ഉള്ളൂ. ജീവിതത്തിൻ്റെ പരമലക്ഷ്യം കർമ്മങ്ങളൊന്നും ചെയ്യാത്ത അവസ്ഥയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്, നൈഷ്കർമ്മ്യം. അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം. ഉദ്ധവൻ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നോക്കണം ഉദ്ധവൻ അർജുനൻ തമ്മിലുള്ള വ്യത്യാസം. അർജുന, നീ അവിടെ എങ്ങും എത്തിയിട്ടില്ല. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യ കർമ്മകൃത്. അല്ലയോ അർജുന, ഒരു ക്ഷണം പോലും ഒരു ജീവിയും കർമ്മം ചെയ്യാതെ കണ്ട് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിയതം കുരു കർമ്മത്വം. നിനക്ക് ഭഗവാൻ നിന്റെ വാസനയനുസരിച്ചിട്ട് തന്നിരിക്കുന്നതായ കർമ്മത്തെ നീ ചെയ്യുക. ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ചെയ്യുക, സമർത്ഥമായി ചെയ്യുക, ധർമ്മം എന്നുള്ള മഹാലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കർമ്മം ഇല്ലാത്തതായ അവസ്ഥയിൽ നീ എത്തിച്ചേരും. ഇപ്പം നീ എത്തിയിട്ടില്ല. നീ കർമ്മത്തിൽ നിന്നിട്ട് ഓടിക്കഴിഞ്ഞാലും നീ കാട്ടിൽ ചെന്നിരുന്നിട്ട് ഈ കർമ്മം ചെയ്യും, വീണ്ടും വില്ലുണ്ടാക്കി അമ്പെയ്ത്ത് തുടങ്ങും. അങ്ങനെ വാസനകളുടെ ബന്ധനത്തിലാണ് നീ. ആദ്യം ചെയ്യേണ്ടത് നമ്മെ പിടികൂടി നമ്മെ കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്ന ഈ വാസനയുടെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയാനാണ്. അതിനെ പൊട്ടിച്ചെറിയാൻ നീ കർമ്മം ചെയ്യണം. നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായി നമ്മുടേതായ കർമ്മങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടതായ കർമ്മം, അച്ഛനോട്, അമ്മയോട്, സഹോദരങ്ങളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, അനന്തരവരോട്, അവർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ, അതൊക്കെ നമ്മുടെ കർമ്മങ്ങളാണ്. ബന്ധുജനങ്ങളോട് ചെയ്യേണ്ടതായ കർമ്മങ്ങൾ, അവർക്ക് വേണ്ടി ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ, അയൽവക്കക്കാർക്ക് വേണ്ടി ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ, സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ, രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ, ലോകത്തിന് വേണ്ടി ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ. ഈ കർത്തവ്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഈ ലോകം അതേ കർത്തവ്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ സുഖമായി ജീവിക്കുന്നത്. നമ്മുടെ ഈ വസ്ത്രം ആര് തന്നു? ഞാൻ നെയ്തതല്ല. നമ്മൾ ആരെങ്കിലും നമ്മുടെ വസ്ത്രം നെയ്തെടുത്തോ? അനേകം തൊഴിലാളികൾ അധ്വാനിച്ചതാണ് ഈ വസ്ത്രം. നാം കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം നമ്മൾ കൃഷി ചെയ്തോ? എത്ര ആളുകൾ സ്വയം കൃഷി ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുന്നു? കേരളത്തിലെ കാർഷിക വൃത്തി തന്നെ മറഞ്ഞു പോയിരിക്കുന്നു. വളരെ കുറച്ച് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. നാം കഴിക്കുന്ന ഭക്ഷണം കർഷകർ നമുക്ക് വേണ്ടിയിട്ട് വെയിലുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കി തന്നതാണ്. നാം വസിക്കുന്നതായ വീട് നമ്മൾ വെച്ചതാണോ? നമ്മൾ അതിനു വേണ്ടിയിട്ട് കാശ് ചെലവാക്കി കാണും. പക്ഷേ അത് വെച്ചതാണോ? അത് പണിക്കാർ, അവർ വെയിലുകൊണ്ട് ആ വീട് വെക്കാനുള്ളതായ സാധനങ്ങൾ കൊണ്ടുവന്ന് അത് വീട് വെച്ചതെന്നാണ്. ഈ സാധനങ്ങൾ എവിടെ ഉണ്ടാക്കിയത്? ഓരോ സാധനവും ഉണ്ടാക്കുന്നത് ഓരോ ഫാക്ടറികളിലും ഓരോ മേഖലകളിലുമാണ്. അവിടെയുള്ള തൊഴിലാളികൾ പണിതതുകൊണ്ടാണ്, ജോലിയെടുത്തത് കൊണ്ടാണ് നമുക്ക് സിമെൻറ്റ് കിട്ടുന്നത്, നമുക്ക് കമ്പി കിട്ടുന്നത്. സിമെൻറ്റ് കമ്പിയും വാങ്ങാൻ നിവൃത്തിയില്ലെങ്കിൽ, ഇഷ്ടികയില്ലെങ്കിൽ, വെട്ടുകല്ലില്ലെങ്കിൽ എങ്ങനെ വീട് വയ്ക്കും? ആയിരക്കണക്കിന് ആളുകളുടെ സേവനത്തിൻ്റെ ഫലമാണ് നാം അനുഭവിക്കുന്ന എല്ലാ സൗഖ്യവും. അനേകം പേര്, ഈ സമൂഹം നമുക്ക് വളരെയേറെ സേവനം തരുന്നു. നമ്മൾ കാശ് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കേണ്ട. നമ്മുടെ കയ്യിൽ ഈ കാശ് എങ്ങനെ വന്നു? ശമ്പളത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ രൂപത്തിൽ കാശ് വന്നു.
ഇവിടെ ഒരു സമൂഹമില്ലെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടുമോ? നമ്മെ ഗവൺമെൻറ് ഒരു ഓഫീസിൽ അപ്പോയിൻറ്റ് ചെയ്തു. എന്തുകൊണ്ട്? ഒരു സമൂഹമുണ്ട്, സമൂഹത്തിനൊരു സേവനം വേണം, അതിനു വേണ്ടിയിട്ട് കുറച്ച് ഉദ്യോഗസ്ഥർ വേണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തു, എന്നിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ശമ്പളം തന്നു. ഇവിടെ ഒരു സമൂഹമില്ലെങ്കിൽ, ഒരു സർക്കാരില്ലെങ്കിൽ, സർക്കാരിന് ഇങ്ങനെ ഒരു വ്യവസ്ഥയില്ലെങ്കിൽ നമുക്ക് ശമ്പളമുണ്ടോ? പിന്നെ നമ്മൾ ഏത് കാശ് കൊടുത്തിട്ടാണ് ഭക്ഷണത്തിന് ഉള്ള വസ്തുക്കൾ വാങ്ങുക? ഇവിടെ നമ്മെ രക്ഷിക്കാൻ പട്ടാളവും പോലീസും ഉണ്ട്. കാരണം അത് നയിക്കാൻ ഗവൺമെൻറ്റുണ്ട്, ഗവൺമെൻറ്റിന് നീതി സംഹിതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെയേറെ സേവനങ്ങൾ സമൂഹത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ സന്തോഷത്തോടു കൂടി, ധൈര്യത്തോടു കൂടിയിട്ട്, സുഖമായിട്ട്, സുഭിക്ഷമായി ജീവിക്കുന്നത്. അവർക്ക് നമ്മുടെ കഴിവുകൾ കൊണ്ട് സേവനം നാം അങ്ങോട്ട് അർപ്പിക്കേണ്ടതുണ്ട്. ആ സേവനം നമ്മൾ ചെയ്തേ പറ്റൂ. നിയതം കുരുകർമ്മത്വം, അതാണ് കൃഷ്ണൻ പറഞ്ഞത്. ചെയ്യേണ്ടതായ, ഈശ്വരൻ കൽപ്പിച്ചു തന്നതായ ആ കർമ്മം നീ ചെയ്തേ പറ്റൂ. സമൂഹത്തോട്, കുടുംബത്തോട്, ലോകത്തോട് ചെയ്യേണ്ടതായ കർത്തവ്യം ചെയ്തേ പറ്റൂ. കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാളും ശ്രേയസ്കരമായിട്ടുള്ളത് കർമ്മം ചെയ്യുന്നതാണ്. എന്ന് മാത്രമല്ല, കർമ്മം ചെയ്യാതെ, നമ്മൾ ഒരു തൊഴിലും ചെയ്യാതെ വെറുതെ വീട്ടിലോ എവിടെയെങ്കിലും കുത്തിയിരുന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ? ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? നമുക്ക് ആര് ഭക്ഷണം തരും? ഒരുപക്ഷെ അച്ഛനമ്മമാർ കൂടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭക്ഷണം തരും, സഹോദരങ്ങൾ ഭക്ഷണം തന്നെന്ന് വരും. പക്ഷേ എല്ലാ കാലത്തും നമ്മൾ ഒരു 10-100 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണ്. നമ്മൾ ഒരു ജോലിയും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആര് ഭക്ഷണം തരും? അതാണ് ശരീരയാത്ര പോലും, ജീവിച്ചിരിക്കൽ എന്നുള്ളത് പോലും ജോലി ചെയ്തില്ലെങ്കിൽ സാധ്യമല്ല. അതുകൊണ്ട് അർജുന, നീ ജോലി ചെയ്തേ പറ്റൂ. അർജുനൻ നമ്മളെപ്പോലെ ഒരാളാണ്, നമ്മളെക്കാളും കുറേ കേമനാണ് എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. നമ്മളോടാണ് ഭഗവാൻ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത്. നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പാർപ്പിടം വേണം, ഭക്ഷണം വേണം, വസ്ത്രം വേണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണം. ഇതൊക്കെ നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ സമൂഹത്തിന് സേവനം കൊടുത്തേ പറ്റൂ. അങ്ങനെ നിലനിൽക്കാൻ ശരീരയാത്രാപിച്ചതേ ന പ്രസിദ്ധിയേത് അകർമ്മണ എന്ന് ഭഗവാൻ പറഞ്ഞു. ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുക പോലും സാധ്യമല്ല, ശരീരത്തിന് വേണ്ടുന്നത് പോലും കിട്ടില്ല. അതിനാൽ നിരന്തരം കർമ്മം ചെയ്യാം. പക്ഷേ ഈ കർമ്മം ചെയ്യുന്നതിൻ്റെ ഉദാത്ത തലമുണ്ട്. അവിടെ നീ ഇപ്പം എത്തിയിട്ടില്ല, കാലം ചെല്ലുമ്പോൾ നീ എത്തും. ഭഗവാൻ അവിടെ നിന്നിട്ട് അർജുനൻ നിൽക്കുന്നിടത്ത് നിന്നിട്ട് കൂട്ടിക്കൊണ്ടു പോവാണ്. ഉദ്ധവൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഉദ്ധവൻ അങ്ങോട്ട് കൊണ്ട് ശകലം ദൂരേ ഉള്ളൂ, ഒരു പടി ഇപ്പുറത്താണ് ഉദ്ധവൻ നിൽക്കണേ. അർജുനൻ നിൽക്കുന്നത് വളരെ താഴെയാണ്, നമ്മൾ നിൽക്കുന്നത് അതിനേക്കാൾ വളരെ താഴെയാണ്. നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് ഭഗവാൻ ഇറങ്ങി വരികയാണ്. അതാണ് കരുണാമയനായ ഗുരുനാഥൻ. ഒരേ ഗുരുനാഥനാണ്, വാസുദേവ കൃഷ്ണനാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ രണ്ടുപേരോടും പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ. ഒരാളോട് നീ ഇനി ഇവിടെങ്ങും നിൽക്കണ്ട, നീ ഇവരോടുള്ള സ്നേഹമൊന്നും വെച്ച് പുലർത്തണ്ട, നീ ഈ ലോകം മുഴുവൻ എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ട്, എന്നെ തന്നെ സങ്കല്പിച്ചുകൊണ്ട്, ഒരിടവും സ്ഥിരമായി പാർക്കാതെ, ആരോട് സ്ഥിരമായിട്ട് സ്നേഹബന്ധമോ വിദ്വേഷബന്ധമോ ഒന്നും വെക്കാതെ നിരന്തരം നടന്നുകൊള്ളുക. അപ്പോഴേക്കും നിർഗുണ നിരാകാരം നിനക്ക് തെളിഞ്ഞു കിട്ടും. ഉദ്ധവനോട് അത് പറഞ്ഞ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞതോ, നീ ഇവിടെ നിന്നോടരുത്, ഈ പടക്കളത്തിൽ നിന്നോടരുത്. നിന്റെ ജോലി യുദ്ധം ചെയ്യുകയാണ്, ധർമ്മത്തെ ജയിപ്പിക്കുക എന്നുള്ളതാണ്. മുന്നിൽ ആര് നിൽക്കുന്നു എന്ന് നീ അറിയണ്ട. നീ ചെയ്യേണ്ട കൃത്യമായി ചെയ്തുകൊള്ളുക. ആ കർമ്മങ്ങൾ നീ വിജയിപ്പിച്ചുകൊള്ളുക. അത് ചെയ്തില്ലെങ്കിൽ നിനക്കുണ്ടാകുന്നത് വലിയ പതനമാണ്. ലോകം നിന്നെ നോക്കി ചിരിക്കും. എന്ന് മാത്രമല്ല, ധർമ്മം പരാജയപ്പെടും. നീ യുദ്ധം ചെയ്തില്ലെങ്കിൽ പാണ്ഡവപക്ഷം പരാജയപ്പെടും. നീയും ഭീമനും നകുലനും സഹദേവനും കരുത്തോടുകൂടി പോരാടിയാലേ പാണ്ഡവർ വിജയിക്കൂ, യുധിഷ്ഠിരൻ വിജയിക്കൂ. യുധിഷ്ഠിരനെ വിജയിപ്പിച്ച് യുധിഷ്ഠിരന് കിരീടം വയ്ക്കണം. അങ്ങനെ യുധിഷ്ഠിരന് കിരീടം വച്ചാലേ ധർമ്മം വിജയിക്കൂ, ധർമ്മം നിലനിൽക്കൂ, ധർമ്മം പുലരൂ. യുധിഷ്ഠിരൻ തോറ്റുപോയാലോ? നീ പടക്കളത്തിൽ നിന്ന് ഓടിപ്പോയി കഴിഞ്ഞാൽ യുധിഷ്ഠിരൻ തോറ്റുപോകും. യുധിഷ്ഠിരൻ തോറ്റാൽ പാണ്ഡവർ തോറ്റു എന്നല്ല എൻ്റെ അർത്ഥം, ധർമ്മം തോറ്റു എന്നാണ്. അധർമ്മം വളരും. അധർമ്മം വന്നാൽ ലോകം മുഴുവൻ അധർമ്മത്തിൻ്റെ വലിയ ഒരു വേദിയായിട്ട് മാറും. എല്ലാ പേരും വേദനിക്കേണ്ടി വരും. ആ ഒരു ആപത്തുണ്ടാകാൻ പാടില്ല. നിന്റെ ഈ മനസ്സിൻ്റെ ദൗർബല്യം അതിന് നീ വലിച്ചെറിഞ്ഞിട്ട് ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നീ യുദ്ധം ചെയ്യണം. നിന്റെ സ്നേഹബന്ധങ്ങളല്ല നീ നോക്കേണ്ടത്,
അർജുനനോട്, ലോകത്തിൻ്റെ നന്മയാണ് നീ നോക്കേണ്ടത്, അത് നിന്റെ കർത്തവ്യം. നീ ക്ഷത്രിയനാണ്, നീ യുദ്ധം ചെയ്യാനുള്ളവനാണ്, ധർമ്മത്തിന് വേണ്ടി പോരാടാനുള്ളവനാണ്, അത് നീ ചെയ്തു കൊള്ളുക. അങ്ങനെ ലോകനന്മയ്ക്ക് വേണ്ടി നീ ധർമാചരണം എന്നുള്ള നിലയിൽ ഈ കർമ്മങ്ങൾ നിരന്തരം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? അർജുനൻ്റെ ഉള്ളിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞതാണ്, നിന്റെ ഉള്ളിൽ തമോ ഗുണം ഇല്ലാതായിത്തീരും, രജോ ഗുണം ക്രമേണ ഇല്ലാതായിട്ട് തീരും. രജോ ഗുണവും തമോ ഗുണവും കുറേയേറെ ഇപ്പോഴും അവശേഷിച്ചിരിപ്പുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് ഈ ദൗർബല്യം വന്നത്. അതില്ലാതായിത്തീരും. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിദ്യ പറഞ്ഞു തന്നത്. അതില്ലാതായിത്തീരുമ്പോൾ സാത്വിക ഗുണം തികയും, അത് വളരും. സാത്വിക ബുദ്ധി വളരുമ്പോൾ പരമാത്മജ്ഞാനം പ്രകാശിക്കും. അപ്പോൾ നിനക്ക് നൈഷ്കർമ്മ്യത്തിലെത്താം. ആരാണോ കർമ്മത്തിൻ്റെ നടുവിൽ അകർമ്മത്തെ കാണുന്നത്, ആരാണോ അകർമ്മത്തിൻ്റെ നടുവിൽ കർമ്മത്തെ കാണുന്നത്, അവനാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ. ആയിരം കർമ്മങ്ങൾ, ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാനൊന്നും ചെയ്യുന്നില്ല എന്നറിയുന്നവനാണ് ബുദ്ധിമാൻ, അവനാണ് ജ്ഞാനി. അത് അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം കർമ്മം ചെയ്യാൻ പറഞ്ഞിട്ട് ഈ കർമ്മം കൊണ്ടുവരുന്ന പ്രയോജനത്തെ പിന്നീട് അദ്ദേഹം തുടർന്നുള്ള അധ്യായങ്ങളിൽ പറയും. അതിനുള്ള യോഗ്യത ഇപ്പോഴായിട്ടില്ല. ആ യോഗ്യതയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ജോലി ചെയ്യാൻ പറഞ്ഞേ. അവിടെ അത് തെളിഞ്ഞു കിട്ടും. അപ്പോൾ ആ ഒരു അവസ്ഥ എത്തുമ്പോഴേക്കും ഈ കർമ്മം ചെയ്യുന്നത് ഞാനാണെന്നുള്ള നിൻ്റെ ഇപ്പോഴത്തെ തെറ്റിദ്ധാരണയുണ്ടല്ലോ, അത് പോകും. നീ അല്ല കർമ്മം ചെയ്യുന്നത്, നിനക്കൊരു കർമ്മം ചെയ്യാനും ശേഷിയില്ല. നീ കർമ്മം ചെയ്യുന്നത് മുഴുവൻ മൂലപ്രകൃതിയാണ് എന്ന് നീ തിരിച്ചറിയും. ഭഗവാന്റെ ആജ്ഞയാൽ, വാസുദേവകൃഷ്ണൻ്റെ ആജ്ഞയാൽ. ആ വാസുദേവകൃഷ്ണന് തന്നെ ശക്തിയായിരിക്കുന്ന മൂലപ്രകൃതി, ആ മൂലപ്രകൃതിയാണ് എല്ലാം ചെയ്യുന്നത്. ഈ ലോകത്തെ ഉണ്ടാക്കുന്നതും ലോകത്തെ പ്രവർത്തിപ്പിക്കുന്നതും ലോകത്തെ നിലനിർത്തുന്നതും ലോകത്തെ ലയിപ്പിക്കുന്നതും ഒക്കെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരിലൂടെ ആ മൂലപ്രകൃതിയാണ് നിർവഹിക്കുന്നത്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആരാണ് ഞാൻ? ഞാൻ ഭഗവാന്റെ ഉപകരണം മാത്രം. ഈ ശരീരം എൻ്റേതല്ല എന്ന് അപ്പൊക്കെ തെളിഞ്ഞു കിട്ടും. ആ അവസ്ഥയിൽ, ഉദ്ധവൻ്റെ അവസ്ഥയിലേക്ക് ഉയർന്നു ചെല്ലണം. ഈ ശരീരം എൻ്റേതല്ല, ഈ ശരീരം ഭഗവാന്റേത്. ഈ കൈകൾ ഭഗവാന്റേത്, ഈ കാലുകൾ ഭഗവാന്റേത്, ഈ കണ്ണുകൾ ഭഗവാന്റേത്, ഈ കാലുകൾ, ഈ കാതുകൾ ഭഗവാന്റേത്, ഈ മനസ്സ് ഭഗവാന്റേത്, ഈ പ്രാണങ്ങൾ ഭഗവാന്റേത്. ഭഗവാന്റെ ഉപകരണം കൊണ്ട് ഭഗവാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭഗവാൻ ചെയ്യുന്നു. ഇതൊക്കെ ഭഗവാന്റെ ഉപകരണങ്ങളാണ്. ഈ ഗാണ്ഡീവം ഭഗവാന്റേത്. ഈ ഗാണ്ഡീവം ഉപയോഗിച്ചിട്ട് യുദ്ധം ചെയ്യുവാനുള്ള ശേഷി അത് ഭഗവാന്റേത്. ഭഗവാൻ യുദ്ധം ചെയ്യുന്നു. അർജുനനെന്ത് കാര്യം? ഞാനിതിലൊന്നുമില്ല. അങ്ങനെ ശക്തമായിട്ട് പടക്കളത്തിൽ നിന്ന് ചെയ്യേണ്ട കർത്തവ്യം ചെയ്യുമ്പോഴും, അതേപോലെ വയലേലയിൽ നിന്ന് ഈ കലപ്പയും ഈ കലപ്പ പിടിച്ചിരിക്കുന്ന കൈയും, അതേപോലെ ഈ ചമ്മട്ടി എന്തിയിരിക്കുന്ന കൈയും, ഇതിൽ ഈ കലപ്പയിൽ കെട്ടിയിരിക്കുന്ന, ഈ നുഖത്തിൽ കെട്ടിയിരിക്കുന്ന കാളകളും, അതേപോലെ തന്നെ ഈ നുഖത്തിലെ കലപ്പ കൊഴുവും, അതേപോലെ ഈ കാണുന്നതായ ശരീരവും, ഇതെല്ലാം ഭഗവാനാണ്. ഈ വയൽ ഭഗവാനാണ്, ഇതിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളം ഭഗവാനാണ്, ഈ ഉഴവുചാല് ഭഗവാനാണ് എന്നറിഞ്ഞുകൊണ്ട് കൃഷി ചെയ്യാൻ കഴിയും. ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യാൻ കഴിയും. നമ്മൾ മഹാഭാരതത്തിലെ വനപർവ്വത്തിനകത്ത് ധർമ്മവ്യാധനെ കാണും. അങ്ങനെ കച്ചവടം ചെയ്തിട്ട് ഇറച്ചി കച്ചവടമാണ് ചെയ്ത്. വ്യാധനാണ്, അദ്ദേഹത്തിൻ്റെ കുലത്തൊഴിലതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു മഹാബ്രാഹ്മണൻ പഠിക്കാൻ വരുന്നത് വ്യാസൻ പറഞ്ഞു കേൾപ്പിക്കും. ആ കഥ ഒരു 5-8 സർഗങ്ങളിലായിട്ട്. മിഥിലാപുരിയിലെ ധർമ്മവ്യാധൻ. അപ്പോൾ അവരവരുടെ മണ്ഡലത്തിൽ എല്ലാം ഭഗവാനാണെന്ന് അറിഞ്ഞുകൊണ്ട് നിരന്തരം കർമ്മം ചെയ്യൂ. അവിടെയും കർമ്മം ചെയ്യാനാണ്, ഇട്ടെറിഞ്ഞു പോകാനല്ല പറഞ്ഞ്. ഉദ്ധവൻ അതെല്ലാം എറിഞ്ഞു പോകാനുള്ള സമയമായി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ എറിയേണ്ട കാര്യമൊന്നുമില്ല. ആ കർത്തവ്യങ്ങളെല്ലാം ഉദ്ധവനിൽ നിന്നിട്ട് അടർന്നു പോയി. ഉർവാരുകമിവ ബന്ധനാത് നമ്മൾ മന്ത്രത്തിൽ ചൊല്ലുമല്ലോ, മൃത്യുഞ്ജയത്തിൽ. എങ്ങനെയാണോ ഒരു കണിവെള്ളരി അതിൻ്റെ ആ ഞെട്ടിൽ നിന്ന് പാകമാകുമ്പോഴേക്കും ആരും അറിയാതെ സ്വാഭാവികമായി ഇളകി വരുന്നത്, അതേപോലെ മൃത്യോർമുക്ഷീയമാമൃതാത്, എന്നെ മരണത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുക, അമൃതത്വത്തിൽ നിന്നിട്ടല്ല. അങ്ങനെ ഈ പ്രകാരത്തിൽ സർവവും ഭഗവാനിൽ സമർപ്പിച്ച് കർമ്മം ചെയ്യുക. അങ്ങനെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നീ ആ അവസ്ഥയിൽ എത്തിച്ചേരും.
ഇപ്പം നീ അവിടെ എത്തിയിട്ടില്ല. നീ കർമ്മം ചെയ്യുക. എന്തിനു വേണ്ടി? പാണ്ഡവപക്ഷത്തെ ജയിപ്പിക്കാൻ കർമ്മം ചെയ്യുക. എന്തിനു വേണ്ടി? ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുക. അങ്ങനെ ഈ കർമ്മം ചെയ്യുമ്പോൾ നീ ക്രമേണ നിൻ്റെ മനസ്സിനെ പഠിപ്പിക്കണം. നമ്മളുടേതായ മണ്ഡലത്തിൽ നാം ഇപ്പോൾ നമ്മുടെ കൈവശം നാം ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ ഭംഗിയായി ചെയ്യുക. അങ്ങനെ നാം ചെയ്യുന്നതിനിടയ്ക്ക് നാം പഠിപ്പിക്കുക. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നാം ഭക്ഷണം പാകം ചെയ്യുകയാണ്. അമ്മമാരുടെ ജോലി ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ജോലിയാണ്. ഈ ഭക്ഷണം ആർക്ക് വേണ്ടി ഭഗവാൻ പാകം ചെയ്യുന്നു? ഭർത്താവിന് വേണ്ടി, അച്ഛന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അമ്മമാർ ഭക്ഷണം പാകം ചെയ്യുന്നത്. അതിഥികൾ ആരെങ്കിലും വരും, അവർക്ക് വേണ്ടി. അങ്ങനെ ഭക്ഷണം പാകം ചെയ്ത് വിളമ്പുന്നു. അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടിയിട്ടാണത് ചെയ്യുക. ക്രമേണ പഠിപ്പിക്കുന്നു. അച്ഛൻ ഭഗവാനാണ്, വാസുദേവകൃഷ്ണനാണ്. അമ്മ ഭഗവാനാണ്, ഭഗവതിയാണ്, വാസുദേവകൃഷ്ണനാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഓരോ ഇഷ്ടദേവത കാണും. ചിലർക്ക് അത് കൃഷ്ണനാണ്, ചിലർക്ക് രാമനാണ്, ചിലർക്ക് അയ്യപ്പനാണ്, ചിലർക്ക് അത് ഹനുമാനാണ്. അവരവരുടെ ഇഷ്ടദേവത ഏതോ ആ ഇഷ്ടദേവത വാസുദേവകൃഷ്ണൻ എന്ന് ഇപ്പോൾ ഈ വേദി വെച്ച് പറയും. എൻ്റെ അച്ഛൻ വാസുദേവകൃഷ്ണനാണ്. ഞാൻ ഭക്ഷണം പാകം ചെയ്യുന്നത് വാസുദേവകൃഷ്ണന് വേണ്ടിയിട്ടാണ്. ഞാൻ ഭക്ഷണം പാകം ചെയ്യുന്നത് വാസുദേവകൃഷ്ണനാകുന്ന അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഭക്ഷണം പാകം ചെയ്യുന്നത് വാസുദേവകൃഷ്ണനാകുന്ന ഭർത്താവിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഭക്ഷണം പാകം ചെയ്യുന്നത് വാസുദേവകൃഷ്ണനാകുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഭക്ഷണം പാകം ചെയ്യുന്നത് വാസുദേവകൃഷ്ണനാകുന്ന ഇവിടെ വരുന്ന ബന്ധുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഭക്ഷണം പാകം ചെയ്യുന്നത് വാസുദേവകൃഷ്ണനാകുന്ന ഇവിടെ വരുന്ന അതിഥികൾക്ക് വേണ്ടിയിട്ടാണ്. നോക്കിക്കോണം, ആ ഭക്ഷണം പാകം ചെയ്യലുണ്ടല്ലോ മഹായജ്ഞമായി മാറുന്നു. അഗ്നിഷ്ടോമാദി മഹായജ്ഞമായി മാറുന്നു ഭക്ഷണം പാകം ചെയ്യലെന്നുള്ള ക്രിയ. ഇതേപോലെ അവരവരുടെ മണ്ഡലത്തിൽ, അത് കൃഷിയാകട്ടെ, കച്ചവടമാകട്ടെ, അതേപോലെ തന്നെ ഓഫീസിലെ ജോലിയാകട്ടെ, അധ്യാപന ജോലിയാകട്ടെ, അതെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്തുകൊള്ളൂ. ഇതാണ് കർമ്മയോഗം. ഗീതയിലെ 3-ാം അധ്യായത്തിൽ കർമ്മയോഗം പറഞ്ഞു. അങ്ങനെ നീ കർമ്മയോഗാധിഷ്ഠിതമായിട്ട് കർമ്മം ചെയ്താൽ, അല്ലയോ അർജുന, കർമ്മം ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥയിലെത്തും. ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള വിചാരം പോലും ഉണ്ടാവില്ല. കർമ്മം ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള വിചാരം പോലും ഇല്ലാതെ കർമ്മം ചെയ്യുന്ന അവസ്ഥയിലെത്തും. അവിടെ നല്ല കർമ്മമെന്നോ ചീത്ത കർമ്മമെന്നുള്ള വിവേചനമൊന്നുമില്ല. ആ അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോഴേക്കും, കാരണം ഭഗവാൻ ഏൽപ്പിച്ച ജോലി ഏത് തന്നെയായാലും അത് നല്ലത് തന്നെയാണ്. ആ കർമ്മം ഭഗവാന് വേണ്ടി ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴേക്കും അത് ഏറ്റവും വലിയ യജ്ഞമായി, ഏറ്റവും വലിയ അധ്യാത്മസാധനയായി. അപ്പോൾ സകല കർമ്മങ്ങളും ചെയ്യവേ ആ കർമ്മങ്ങളുടെ നടുവിൽ അകർമ്മത്തെ നാം അനുഭവിക്കും. കർമ്മണി അകർമ്മയ പശ്യേത്. കർമ്മത്തിൻ്റെ നടുവിൽ ആരാണോ ആ കർമ്മത്തെ കാണുന്നത്, സകല കർമ്മങ്ങളുടെയും കോലാഹലങ്ങളുടെ നടുവിൽ ഞാനൊന്നും ചെയ്യുന്നില്ല. ആരാ ഇത് ചെയ്യുന്നത്? ഭഗവാൻ ചെയ്യുന്നു. അകർമ്മണിച്ച കർമ്മയഃ. ആരാണോ കർമ്മം ചെയ്യാതെ ഇരിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ തന്നെ അനന്തകോടി കർമ്മങ്ങളെ ചെയ്യുന്നത്. സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃത്സ്ന കർമ്മകൃത്. അവനാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അവനാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ എത്തണം. അവിടെ എത്താൻ വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യണം? ഇവിടെ നിനക്ക് സമർപ്പിതമായിരിക്കുന്ന കർമ്മം ഭംഗിയായി ചെയ്യണം. മാം അനുസ്മര യുദ്ധ്യച. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. നീ എന്നെ തന്നെ സങ്കല്പിച്ചുകൊണ്ട് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ജോലി, ഈ യുദ്ധം എന്നുള്ള ജോലി നീ ചെയ്യണം. സകലതും എന്നിൽ സമർപ്പിച്ച് ചെയ്യുക. അപ്പോൾ ഇത് കർമ്മയോഗമായി തീരും. യോഗാധിഷ്ഠിതമായി കർമ്മം ചെയ്താൽ അത് നൈഷ്കർമ്മ്യത്തിൽ നമ്മെ കൊണ്ടെത്തിക്കും. അങ്ങനെ ഏറെക്കാലമാകുമ്പോൾ ഉദ്ധവൻ്റെ സ്ഥാനത്തെത്തും. പിന്നെ ഭഗവാൻ പറയും, നീ നാമം ജപിച്ചുകൊണ്ട് ഒന്നിനോടും പ്രത്യേകം മമതയില്ലാതെ ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ തന്നെയാണെന്ന് കണ്ട് നീ ഇങ്ങനെ എല്ലായിടവും സഞ്ചരിച്ചുകൊള്ളൂ എന്ന്. നോക്കണം, 2 ശിഷ്യന്മാർ 2 തലത്തിൽ നിൽക്കുന്ന ആളുകളോട് അവർ നിൽക്കുന്ന തലത്തിലേക്ക് വന്നിട്ട് ഭഗവാൻ പാടിയ പാട്ടാണ്. ശ്രീമദ് ഭഗവത്ഗീത ഭഗവാൻ മഹാഭാരതത്തിൽ പാടി. അതേപോലെ ശ്രീമദ് ഉദ്ധവഗീത ഭഗവാൻ ഭാഗവതത്തിൽ പാടി. ആ ശിഷ്യന്മാരുടെ യോഗ്യത, അപ്പോഴത്തെ അവരുടെ സ്ഥിതി, ഇനി അടുത്ത ഏത് തലത്തിലേക്ക് അവർ ചെല്ലണം? ഈ പടിക്കെട്ട് കയറി വരുമ്പോൾ താഴെ നിൽക്കുന്നയാൾ ആദ്യം കയറേണ്ടത് 1-ാമത്തെ പടിയിലേക്കാണ്. ഈ മുകളിലേക്ക് കയറാൻ പറ്റില്ല. ആ 1-ാമത്തെ പടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കയറേണ്ടത് 2-ാമത്തെ പടിയിലാണ്.
അപ്പോൾ ഓരോ ശിഷ്യനും ഏത് പടിയിൽ നിൽക്കുന്നുവോ ആ പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് കയറാനുള്ള പാഠമാണ് ഭഗവാൻ നൽകുന്നത്. അങ്ങനെ ശ്രീമദ് ഭഗവത്ഗീത, വേറെയും അനേകം ഗീതകൾ നമ്മുടെ ഈ മഹാഗ്രന്ഥത്തിനകത്ത് കാണാം. ഓരോരോ തലത്തിൽ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി ഭഗവാൻ പറഞ്ഞത് ഇതെല്ലാം പരമമായി ഉദ്ധവനോട് പറഞ്ഞ ഗീതയിൽ തന്നെ കലാശിക്കും. ഭഗവത്ഗീത, ശ്രീമദ് ഭഗവത്ഗീത അർജുനന് കൊടുത്ത ഈ ഉപദേശം ഉണ്ടല്ലോ, അർജുനന് മനസ്സിലാകുന്ന സമ്പ്രദായത്തിലാണ് ഇപ്പോൾ ആദ്യം വ്യാഖ്യാനിച്ചത്. ആ സമ്പ്രദായത്തിൽ വ്യാഖ്യാനിച്ച് നാം മനസ്സിലാക്കി കുറെ കാലം ആ പ്രകാരത്തിൽ ജീവിച്ച് പ്രവർത്തിച്ച് വന്നു കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഗീത വായിക്കുമ്പോൾ പുതിയ പുതിയ അർത്ഥതലങ്ങളിലുള്ള അർത്ഥങ്ങൾ വരും. അവസാനം ഉദ്ധവനോട് പറഞ്ഞ അതേ വാക്യം ഇതിനകത്ത് കേൾക്കും. ക്ലൈബ്യം അസ്മഗമപ്പാർത്ഥ എന്നൊക്കെ പറഞ്ഞത് ഉദ്ധവനോട് പറഞ്ഞ ആ വാക്യത്തിൻ്റെ തലത്തിലുള്ള അർത്ഥമായി മാറും. അനേകം അർത്ഥങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഇത് ചെയ്തു വച്ചിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് തോന്നുക അർജുനൻ്റെ, അതായത് നമ്മളുടെ തലത്തിലുള്ള ഭൗതിക മണ്ഡലത്തിലുള്ള അർത്ഥതലമാണ്. ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്ന് നമ്മൾ ആ പ്രകാരത്തിൽ പ്രവർത്തിച്ച് കയറി ചെല്ലുമ്പോഴേക്കും പുതിയ പുതിയ അർത്ഥതലങ്ങളിലേക്ക് തെളിഞ്ഞു വരും. അങ്ങനെ ഉദ്ധവഗീതയുടെ തലത്തിൽ എത്താൻ ഈ ഭഗവത്ഗീതയിൽ സാധിക്കും. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ അനുഷ്ഠിച്ചാൽ അവിടെ നിന്ന് കയറി വീണ്ടും അഷ്ടാവക്ര ഗീതയുടെ തലത്തിൽ വരും. അഷ്ടാവക്ര ഗീത സാധാരണ പഠിപ്പിക്കില്ല, അത് സാധാരണ ഉപദേശിക്കില്ല. ആ പുസ്തകമുണ്ട്, അതിന് വ്യാഖ്യാനങ്ങളുമില്ല, വ്യാഖ്യാനം എഴുതൂല, ആചാര്യന്മാർ എഴുതൂല. അത് പഠിക്കേണ്ട സമയമാകുമ്പോഴേക്കും പഠിക്കേണ്ട ആളിൻ്റെ കയ്യിൽ അത് കിട്ടും. ആ ആളിനത് വായിച്ചാൽ മനസ്സിലാകും, അത് പഠിച്ചോളൂ. ആ തലത്തിലെത്തും. ഈ ലോകമെമ്പാടും ഇങ്ങനെ നാമം ജപിച്ച് നടക്കുന്ന ഉദ്ധവൻ ആ തലത്തിലെത്തും. അഷ്ടാവക്ര ഗീതയിലെ ആ തലത്തിലെത്തും. അടുത്തത് ബ്രഹ്മലയം. അങ്ങനെ ശ്രീമദ് ഭഗവത്ഗീതയും ഉദ്ധവഗീതയും നമുക്ക് വ്യക്തമാക്കി തരുന്ന ഈ രണ്ട് അധ്യയനത്തിൻ്റെ തലങ്ങൾ നാം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രം കർമ്മ യോഗം, അത് നാം പ്രവർത്തിപ്പിക്കണം. ഇവിടെ ഉദ്ധവനോട് പറഞ്ഞത് മോക്ഷശാസ്ത്രമാണ്. ഉദ്ധവൻ അവിടെ നിൽക്കുന്നത്. മോക്ഷശാസ്ത്രം, കർമ്മത്തിൻ്റെ സമ്പൂർണമായ സന്യാസം, കർമ്മ സന്യാസം. അങ്ങനെ നാം ഈ കർമ്മയോഗത്തിലൂടെ മോക്ഷയോഗത്തിലേക്ക്, ഉദ്ധവഗീതയിലേക്ക് എത്തിച്ചേരും. അതിന് നമ്മെ ഗുരുനാഥൻ വാസുദേവകൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ.